Hello dears, good morning. Welcome back to Xylem Learning. Hi Abhiraj, Anas, Nazu, Gokul. Okay, yes. ഇന്ന് നമ്മളുടെ ഫസ്റ്റ് പബ്ലിക് എക്സാം ആണല്ലേ +1. സോ ഇന്ന് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എക്സാം ആണ്. ഇന്നലെ കുറച്ച് ആൾക്കാർ ഡൗട്ടൊക്കെ ചോദിച്ചു വെച്ചൊരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. സോ അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഒരുപാട് പ്രോബ്ലംസും അതേപോലെ തന്നെ ഈ 13 ചാപ്റ്ററിലെ ഫുൾ ഇക്വേഷൻസും നമ്മളൊന്നും കൂടെ റിവൈസ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഹായ്. ഓക്കെ, സോ ഇന്നലെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനിലാണ് നമ്മൾ നിർത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇന്ന് രാവിലെ തന്നെ ഡിസ്കസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ് അതുൽ, ഹായ് അസീസ്, ഹായ് ഗൗരി, ഗുഡ് മോർണിംഗ്, ഹായ് അമ്മു ജോൺസൺ. സോ ഇതായിരുന്നു നമ്മളുടെ ഒരു കുട്ടി ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. എക്സ് ഫോളോസ് n 68 സിഗ്മ സ്ക്വയർ. ഇവിടെ സിഗ്മ എന്താണ് നമുക്ക് തന്നിട്ടില്ല. പക്ഷെ എന്താണ് നമുക്കിവിടെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. ആൻഡ് സിഗ്മേൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ Z ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. Z ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. സോ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് μ = 68 ആണ് തന്നിട്ടുണ്ട്. സിഗ്മ എന്താണെന്ന് അറിയില്ല. സോ ഇവിടെ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 72. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ആൻസർ എന്ത് വരും? ഇവിടെ 0.1587. സോ പ്രോബിലിറ്റി ഓഫ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഗ്രേറ്റർ ദാൻ 72 മൈനസ് മ്യൂ എത്രയാണ് വരുന്നത്? 68. സിഗ്മ നമുക്ക് അറിയില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1587. സോ ദിസ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് Z ഗ്രേറ്റർ ദാൻ 72 മൈനസ് 68 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 ബൈ സിഗ്മ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.15187 കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ അനസ് നമുക്ക് 7 നമുക്ക് തീർക്കാൻ നോക്കാം. സോ ഇവിടെ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം, ഇവിടെ നമ്മൾ പ്രോബിലിറ്റി ഓഫ് Z ഗ്രേറ്റർ ദാൻ 4 ബൈ സിഗ്മയാണ്. സോ നമ്മൾ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. സോ ഇവിടെ Z = 0, ഇവിടെ Z 4 ബൈ സിഗ്മയാണ്. അതിനെക്കാട്ടും വലുതായിരിക്കണം എന്ത് നമ്മളെ വാല്യൂസ് എന്നാണ് പറയുന്നത്. അതിനെക്കാട്ടും വലുതായിരിക്കണം നമ്മളുടെ വാല്യൂസ്. ഓക്കെ, സോ നമ്മളുടെ ഈ ഒരു കർവ് ഇതിൻ്റെ ഇക്വേഷൻ എന്താ? 0.5 മൈനസ് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 4 ബൈ സിഗ്മ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.15187. പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 4 ബൈ സിഗ്മ എന്ന് പറയുന്നത് 0.5. ഈ ഒരു ടേമിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, ഇപ്പുറത്തെ ആൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. സോ 0.5 മൈനസ് 0.1587 എന്ന് കിട്ടും. സോ ഇവിടെ ആൻസർ വരുന്നത് Z ലെസ് ദാൻ 4 ബൈ സിഗ്മ എന്ന് പറയുന്നത് 0.3413 ആണെന്ന് കിട്ടും. 0.3413 ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ Z1ൻ്റെ വാല്യൂ എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇവിടെ Z1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പ്രോബിലിറ്റിയിൽ 0.3413 നമ്മൾ ആ ടേബിളിൽ എവിടെയാണ് കിട്ടുന്നതെന്ന് നോക്കണം. അത് എവിടെയാണ് കിട്ടുന്നത്? അത് Z1 = 1ൻ്റെ കേസിലാണ്. സോ ഇവിടെ Z1 എന്ന് പറയുന്നത് അത് 1 ആണ്. സോ 4 ബൈ സിഗ്മ എന്ന് പറയുന്നത് 1 ആണ്. സോ 4 = സിഗ്മ എന്ന് കിട്ടും. സോ സിഗ്മേൻ്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. യെസ്, സ്നേഹ ഇതിൻ്റെ ഇടയിൽ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, സിഗ്മേൻ്റെ ആൻസർ എന്താണ്? 4 ആണ് എന്ത് സിഗ്മേൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് വരാം. ഇനി നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദി ടേം സൈക്ലിക് വേരിയേഷൻ ഇൻ ടൈം സീരീസ് അനാലിസിസ്. ടൈം സീരീസിൽ സൈക്ലിക് വേരിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. സൈക്ലിക് വേരിയേഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? മോർ ദാൻ 1 ഇയർ നമ്മൾ കൺസിഡർ ചെയ്യണം. ആൻഡ് പീരീഡ് ഓഫ് ഓസിലേഷൻ നമ്മളെ സൈക്കിൾ എന്നാണ് നമ്മൾ അതിന് പറയുക. അതൊരു ഓസിലേഷൻ, അതായത് ഈ ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ്. അതിന് ബേസിക്കലി 4 ഫേസസ് ഉണ്ട്. അതാണ് നമ്മുടെ ബിസിനസ് സൈക്കിൾ, പ്രോസ്പെരിറ്റി, ഡിക്ലൈൻ, ഡിപ്രഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. In next, if the change in the value of one variable is directly proportional to the change in the value of other variable. ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ മറ്റേ വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നു. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ വരിക? അങ്ങനെയാണെങ്കിൽ അത് ഫോളോ ചെയ്യുന്നത് എന്താണ്? അത് ഫോളോ ചെയ്യുന്നത് പെർഫെക്റ്റ് പോസിറ്റീവ് ആണ്. ഒരെണ്ണം കൂടുന്നതിനനുസരിച്ച് മറ്റേത് എന്ത് തന്നെയാണ്? കൂടി വരുന്നുണ്ട്. യെസ്, ഇമ്പോർട്ടൻറ്റ് തിയറി ഒന്നാണ് അനസ് ഈ സൈക്ലിക് വേരിയേഷൻ. ഇനി നെക്സ്റ്റ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഏതാണ്? ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവിടെ കോറിലേഷൻ എന്താണ്? 0 ആയിരിക്കും. ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് അവിടെ കോറിലേഷൻ എന്താണ്? 0 ആയിരിക്കും. ഇനി നെക്സ്റ്റ് വെൻ R = 0 റിഗ്രഷൻ ലൈൻസ് R 0 ആവുന്ന കേസിൽ നമ്മൾ റിഗ്രഷൻ ലൈൻസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി
ഇവിടെ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത് എക്സ് ഓൺ വൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഓൺ വൈൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ഓൺ വൈ എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഫൈൻഡ് ദി റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഓൺ വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്ന ആരാണ്? അത് വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, വൈൻ്റെ കൂടെയുള്ള ആളാണ്. സോ വൈൻ്റെ കൂടെയുള്ള ആളാണ് എന്ത്? വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആണെന്ന് ബി എക്സ് വൈ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എക്സിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ബാക്കി എല്ലാവരും റൈറ്റ് ഹാൻഡ് സൈഡിലും കൊണ്ടുവരണം. സോ നമ്മൾ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ വരുന്നത് 2x + 3y - 8 = 0. സോ 2x = -3y + 8 എന്ന് കിട്ടും. ഈ ടേംസിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇനി ഇവിടെ 2 കൂടെ ബാക്കിയുണ്ട്, അവരെയും കൂടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. സോ x = -3/2y + 8/2. ഇപ്പോൾ വൈൻ്റെ കൂടെയുള്ള ആളാണ് എന്ത്? നമ്മളുടെ ബി എക്സ് വൈ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് വിൽ ബി -3/2. ആൻസറായി. ആൻസർ വരുന്നത് എന്താണ്? -3/2 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് 4 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അത് ഏതിൻ്റെയൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അത് ഏതിൻ്റെയൊക്കെ ആയിരിക്കും എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫെർട്ടിലൈസർ ആൻഡ് ഈൽഡ് ഓഫ് ക്രോപ്പ് ഏതാണ്? പോസിറ്റീവ് കോറിലേഷൻ ആണ്. അതായത് ഫെർട്ടിലൈസർ ഇടുന്നത് കൂടുന്നതിനനുസരിച്ച് നമ്മൾക്ക് അതിൽ നിന്നുള്ള എന്താ വിളവ്, റിസൾട്ട് എന്താ കൂടുതൽ തന്നെയായിരിക്കും. ഇനി നെക്സ്റ്റ് പ്രഷർ ആൻഡ് വോളിയം. പ്രഷർ കൂടുന്നതിനനുസരിച്ച് വോളിയം കുറയും. സോ ഒരെണ്ണം കൂടുന്നതിനനുസരിച്ച് മറ്റത് കുറഞ്ഞു വരികയാണെങ്കിൽ അതെന്താണ്? നെഗറ്റീവ് കോറിലേഷൻ. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മളെ തിയറിയിൽ എത്ര ടൈപ്പ് ഓഫ് കോറിലേഷൻ ഉണ്ട്, അതെന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ. ഇനി ഹൈറ്റ് ആൻഡ് ഇൻ്റലിജൻസ് അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല, അതുകൊണ്ട് തന്നെ അതെന്താണ്? സീറോ കോറിലേഷൻ അഥവാ നോ കോറിലേഷൻ എന്ന് കിട്ടും. ഇനി ലെങ്ത് ഓഫ് എ സൈഡ് ആൻഡ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ. നമ്മളെ സ്ക്വയറിൻ്റെ ഒരു സൈഡ് അതിൻ്റെ ആ ഒരു ലെങ്ത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ എന്താണ് കൂടുന്നതായിട്ട് നമുക്ക് കിട്ടും. സോ ഇവിടെ എന്തായി? നമ്മൾ ആൻസർ വരുന്നത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. പോസിറ്റീവ് കോറിലേഷൻ എന്ന് കിട്ടും. ഈ നെക്സ്റ്റ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ y = x³ - 24x² + 8x + 7 എന്നാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ dy/dx എന്ന് പറയുന്നത് എന്തായിരിക്കും? x³ ഡെറിവേറ്റീവ് അത് 3x². നമുക്കറിയാലോ d/dx എന്ന് വെച്ചാൽ എന്താണ്? x⁻n ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് nx⁻n - 1 ആണ്. സോ x³ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ദാറ്റ് ഈസ് x³ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3x⁻³ - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3x² ആയിരിക്കും. -24 × 2x + 8 × 1 പ്ലസ് കോൺസ്റ്റൻറ്റിനാണെങ്കിലോ 0 ആയിരിക്കും. സോ ഇവിടെ എന്ത് വരും? 3x² - 24 × 2 ചെയ്യുമ്പോൾ നമുക്ക് 48x + 8 ഇതായിരിക്കും എന്ത്? നമ്മളുടെ dy/dx ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഇനി സെക്കൻഡ് ഓർഡർ ഇതിനൊരു വട്ടം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? d²y/dx² ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 2x - 48 × 1 പ്ലസ് 0. 3 × 2x ചെയ്യുമ്പോൾ 6x - 48 കിട്ടും. ഇതാണ് എന്ത്? നമ്മളുടെ ഫൈനൽ ആൻസർ നമുക്ക് വരുന്നത്. നെക്സ്റ്റ് നെയിം എ കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സിൻ്റെ ഏതെങ്കിലും ഒരു കൺട്രോൾ ചാർട്ടിൻ്റെ പേര് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയുണ്ട്? ഒന്നെങ്കിൽ NP ചാർട്ട് ഉണ്ട്, P ചാർട്ട് ഉണ്ട്, അല്ലെങ്കിൽ C ചാർട്ട്. ഇതിൽ ഏത് എഴുതിയാലും നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് യൂസിങ് കൺട്രോൾ ലിമിറ്റ് ഹൗ വിൽ യു ഐഡൻറ്റിഫൈ വെദർ എ പ്രോസസ് ഇസ് അണ്ടർ കൺട്രോൾ ഓർ നോട്ട്. എപ്പോഴാണ് ഒരു പ്രോസസ്സ് അണ്ടർ കൺട്രോൾ ആണെന്ന് പറയാം? അതായത് നമ്മളുടെ ലൈൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇതായിരിക്കും നമ്മളെ ഗ്രാഫ്. അതിനൊരു സെൻറ്റർ ലൈൻ ഉണ്ടായിരിക്കും. പിന്നെ അതിനൊരു അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും. സോ അതിനൊരു സെൻറ്റർ ലൈൻ ഉണ്ടായിരിക്കും, അപ്പർ കൺട്രോൾ ലിമിറ്റ് ഉണ്ട് ആൻഡ് ലോവർ കൺട്രോൾ ലിമിറ്റ് ഉണ്ട്. ഇനി എൻ്റെ എല്ലാ പോയിൻറ്റ്സൊക്കെ ഇങ്ങനെ ഇതിൻ്റെ അകത്താണ് വരുന്നതെങ്കിൽ ഞാൻ പറയുന്നത് എന്താണ്? ദ പ്രോസസ് ഇസ് അണ്ടർ കൺട്രോൾ എന്ന് പറയാം.
ഇവിടെ എന്താണ് പ്രോസസ്സ് അണ്ടർ കൺട്രോൾ ആണ്. കാരണം എന്താ, ഈ ഒരു റേഞ്ചിൻ്റെ ഇടയിൽ തന്നെയാണ് വരുന്നത്. ഇനി ഏതെങ്കിലും ഒരു വാല്യൂ ഇങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതെന്താ, അത് ഔട്ട് ഓഫ് കൺട്രോൾ ആണെന്ന് പറയും. ബൈനോമിയൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക്. എപ്പോഴാണ് ഈ ഗ്രാഫിനെ പറ്റി നമ്മൾ മാരത്തോണിൽ പറഞ്ഞിട്ടുള്ളതാണ്, എപ്പോഴാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആയിരിക്കുക? ഇഫ് പി ഈസ് ഈക്വൽ ടു 0.5. ഇനി ലോ ഓഫ് ഇംപ്രോബബിൾ ഇവൻറ്റ്സ്, ഇതും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആരാണ്? ലോ ഓഫ് ഇംപ്രോബബിൾ ഇവൻറ്റ്സ് അഥവാ റയർ ഇവൻറ്റ്സ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ഏതാണ്? അത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊരു ഹിൻറ്റും കൂടെ തന്നിട്ടുണ്ട്. പറയുന്നത് എന്താണ്, ഒരു പമ്പിങ് മെഷീൻ അതിൻ്റെ ആവറേജ് ബ്രേക്ക് ഡൗൺ, അതായത് അത് ഒരു കൊല്ലത്തിൽ കുറഞ്ഞത് 3 തവണയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിപ്പോൾ എന്ന് വെച്ചാൽ 3 തവണയെങ്കിലും ആ മോട്ടർ കേടാവും, ആ പമ്പിങ് മെഷീൻ എന്താണ് കേടാവും. അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ബ്രേക്ക് ഡൗൺ കൊല്ലത്തിൽ 3 എണ്ണമാണ് ആവറേജ് ഉണ്ടാവാറ്. ഒരു കൊല്ലത്തിൽ കുറഞ്ഞത് 3 തവണയെങ്കിലും ആ പമ്പിങ് സെറ്റ് കേടാവും. ഇനി ഇതിന് പകരം നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് കുറഞ്ഞത് ഒരു വട്ടമെങ്കിലും അത് കേടാവാനുള്ള ചാൻസ് എത്രയാണ്. സോ ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. കുറഞ്ഞതൊരു വട്ടമെങ്കിലും, ചിലപ്പോൾ ഒരു വട്ടം കേടാവും, അല്ലെങ്കിൽ 2 വട്ടം, 3 വട്ടം, 4, 5, 6 അങ്ങനെ ഒന്നിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആ ഒരു പമ്പിങ് മെഷീന് കേടാവാം. സോ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്, 1 മൈനസ് പ്രോബിലിറ്റി ഓഫ്, ശരിക്കും കണ്ടത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ഈക്വൽ ടു 2. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് എത്ര വരെ പോവാം? ഏത് നമ്പർ വേണമെങ്കിലും പോവാം. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നായിരിക്കും. കാരണം ഇതിൽ പെടാത്ത ഒരേ ഒരു എക്സ് വാല്യൂ എന്ന് പറയുന്നത് 0 മാത്രമാണ്. സോ ഇവിടെ നമുക്ക് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമ്മളെ പോയ്സോണിൻ്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ PMF എന്താണ് വരുന്നത്? ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇവിടെ ലാംഡേൻ്റെ സ്ഥലത്ത് എന്താണ്? 3 ആണ്. സോ 1 മൈനസ് ഇ റേസ് ടു മൈനസ് ലാംഡ എന്താണ്? 3 ആണ് ഇവിടെ വരുന്നത്. ലാംഡ വരുന്നത് എന്താണ്? 3 ആണ്. സോ ഇ റേസ് ടു -3 എന്ന് കൊടുത്തു. ഇനി ലാംഡ റേസ് ടു എക്സ്, എക്സിൻ്റെ സ്ഥലത്ത് എന്താണ്? 0 ആണ്. ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ, അപ്പോൾ എന്താ? 0 ഫാക്ടോറിയൽ എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.0498, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.9502. സോ 0.9502 ആണെന്ത് അവിടെ നമ്മളുടെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത്. ഈ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ ടേം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്? ഈ കൺസ്യൂമർ സെയിം ആ ആൻസർ ആണോ? ഒന്നും കൂടെ നോക്കിക്കേ. ഇവിടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തിനോട് ഈക്വൽ ആണ്? നമ്മുടെ ലാപ്പെയറിൻ്റെ സെയിം ഇക്വേഷനാണ് വരുന്നത്. സോ ഇതൊന്നും ഓർത്ത് വെക്കുക. ലാപ്പെയർ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും ഈസി ആയിട്ട് കിട്ടും. സോ എന്താണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്? ഏതെങ്കിലും ഒരു സാധനത്തിന് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ, ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ഇപ്പോൾ ഒരു ബിസ്ക്കറ്റിന് 2010 വിലയും അതേ ബിസ്ക്കറ്റ് അല്ലെ അതേ എന്തെങ്കിലും ഒരു സർവീസിന് 2020 എന്താണ് പൈസ? സോ അതാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻ ദ കറണ്ട് ഇയർ, മുഴുവനായിട്ട് നമുക്ക് ചിലവാകുന്ന പൈസ, അതും പിന്നെ പണ്ടത്തെ ഒരു 10 കൊല്ലം മുന്നേ നമുക്ക് അതിന് തന്നെ എത്ര പൈസ ചിലവായിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. ഇക്വേഷൻ വരുന്നത് സിഗ്മ P1 Q0 ബൈ സിഗ്മ P0 Q0 ഇൻടു 100 ആയിരിക്കും. ഇനി നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ്. കുറച്ചൊരു ട്രിക്കി മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിന് നമ്മൾക്ക് പ്രോപ്പർട്ടീസ് എല്ലാം നല്ല രീതിക്ക് അറിഞ്ഞിരിക്കണം. നമ്മളെ കൈ സ്ക്വയർ ഒക്കെ പറഞ്ഞ മാതിരി ഇവിടെ അതിൻ്റെ തന്നെ കുറച്ചൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. ഇഫ് Z ഫോളോസ് N01, ഇവിടെ Z ഫോളോ ചെയ്യുന്നത് N01 ആണെങ്കിൽ നമുക്കറിയാം Z² ഫോളോ ചെയ്യുന്നത് എന്താ? അത് ഇന്നലെ നമ്മൾ 1 മാർക്കിൽ പഠിച്ചിട്ടുള്ളതാണ്. Z² ഫോളോ ചെയ്യുന്നത് കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെന്നുള്ളത്. സോ ആദ്യത്തേൻ്റെ ആൻസർ വരുന്നത് എന്താ? ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ വരുന്നത് B ആയിരിക്കും അല്ലേ? ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? B ആണ്. ദാറ്റ് ഈസ് കൈ സ്ക്വയർ 1 എന്നായിരിക്കും കിട്ടുക. ഇനി നെക്സ്റ്റ് എഫ് ഫോളോ ചെയ്യുന്നത് എഫ് ഓഫ് N1 N2, അതായത് എഫ് എന്നുള്ള വേരിയബിൾ ഫോളോ ചെയ്യുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് N1 N2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ നമുക്കറിയാം 1/f ഫോളോ ചെയ്യുന്നത് എന്താണ്? അത് എഫ് ഓഫ് N2 N1 ആയിരിക്കും. സോ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ഇവിടെ എന്തായിരിക്കും? അത് N2 N1 ആണ്. സോ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് എന്താണ്? D ആണ് നമുക്ക് ആൻസർ കിട്ടുക. സെക്കൻഡ് വണ്ണിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? അത് D ആണ്. ഓക്കെ, യെസ് നെഹ, യെസ്, കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഇനി നെക്സ്റ്റ് തേർഡ് വണ്ണ് പറയുന്നത് ഇഫ് T ഫോളോസ് T ഓഫ് N. ഇപ്പം നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു? ടി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് Z/Y/√n.
Z റൂട്ട് വൈ ബൈ n. ഇതാണ് എന്ത് ടി ഡിസ്ട്രിബ്യൂഷൻ. ടി ഡിസ്ട്രിബ്യൂഷന് നമ്മൾ ആ ടി വേരിയബിൾ എന്ന് പറയുന്നത്. ഇത് ഫോളോ ചെയ്യുന്നത് ടി വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ ടി സ്ക്വയർ എടുത്തെങ്കിൽ ഇതെന്ത് കിട്ടും? Z സ്ക്വയർ ഡിവൈഡഡ് ബൈ y ബൈ n എന്ന് കിട്ടും. ഇവിടെ y ഒരു കൈ സ്ക്വയർ വേരിയബിൾ ആണ്. ഇവിടെ z എന്താണ്? ഇതെന്തായിരിക്കും? Z സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണല്ലോ അല്ലേ? ഇവിടെ Z സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഇതും എന്താണ്? ഇതും ഒരു കൈ സ്ക്വയർ ആണ് വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. സോ നമുക്കിവിടെ ആൻസർ എന്താ വരിക? ഇവിടെ ആൻസർ എന്തായിരിക്കും വരിക? ആൻസർ വരുന്നത് F1n എന്നായിരിക്കും. കാരണം ഇത് ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും? ഇത് ഫോളോ ചെയ്യുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? എഫ് ഡിസ്ട്രിബ്യൂഷനിൽ എന്താ? മുകളിലും താഴെ എന്താണ്? നമുക്ക് കൈ സ്ക്വയർ ആണ്. സോ ഇവിടെ എന്ത് കിട്ടും? 1n എന്നായിരിക്കും കിട്ടുക. യെസ് നേഹ, യെസ്, കറക്റ്റ് ആൻസർ ആണ് വന്നിട്ടുള്ളത്. നമുക്കിവിടെ ഓപ്ഷൻ എ F(1n) എന്നായിരിക്കും നമ്മളതോട് കൊടുക്കണ്ടേ. സോ ഇവിടെ തേർഡ് വണ്ണിൻ്റെ ആൻസർ എന്ത് വന്നു? എ എന്ന് നമുക്ക് കിട്ടും. ഇനി ലാസ്റ്റ് നമ്മളെ ഫോർത്ത് വണ്ണിൻ്റെ ആൻസർ എന്താ? ഇനി ബാക്കിയുള്ളത് ആരാ? സി ആണ്. സോ ഇവിടെ നമുക്ക് എന്താ ആൻസർ കിട്ടി? സി ആയിരിക്കും നമ്മളുടെ ഫൈനൽ ആൻസർ. കൈ സ്ക്വയർ n1 y2 എന്ന് പറയുന്ന കൈ സ്ക്വയർ n2 ആണ്. സോ ഇവിടെ ഫോളോ ചെയ്യുന്നത് n1 n2 ആണല്ലോ. n1 n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. സോ ഫൈനൽ ആൻസർ എന്താ? യെസ് F(n1 n2) ആയിരിക്കും നമുക്ക് ഫൈനലി ആൻസർ ആയിട്ട് കിട്ടുക. ഈ നെക്സ്റ്റ് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മളുടെ ഇൻറ്റർവെല്ലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു ബോട്ടിൽ വെയ്റ്റ്സ് 150 ബോട്ടിലുകൾ എടുത്തിട്ടുണ്ട്. n is equal to 150. അവരുടെ മീൻ വെയ്റ്റ്, ആ സാമ്പിളിൻ്റെ മീൻ വെയ്റ്റ് എന്ന് പറയുന്നത് 248.2 ആണ്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നതാണ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ 95% കോൺഫിഡൻസ് ഇൻറ്റർവെൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? 0.05 ആണ്. കോൺഫിഡൻസ് ഇൻറ്റർവെൽ ഇക്വേഷൻ എന്താ വരുന്നത്? കോൺഫിഡൻസ് ഇൻറ്റർവെല്ലിൻ്റെ ഇക്വേഷൻ വരുന്നത് എന്താണ്? ഇത് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. കോൺഫിഡൻസ് ഇൻറ്റർവെല്ലിൻ്റെ 95% കോൺഫിഡൻസ് ഇൻറ്റർവെൽ ഇക്വേഷൻ വരുന്നത് x ബാർ മൈനസ് s/√n(z)(alpha/2) ആൻഡ് x ബാർ പ്ലസ് s/√n(z)(alpha/2). ഇതാണ് നമ്മളെ കോൺഫിഡൻസ് ഇൻറ്റർവൽ ഇക്വേഷൻ. ഇതെന്താണ്? ഇൻറ്റർവൽ എസ്റ്റിമേഷനിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് എസ്, അതായത് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇനി അല്പം പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നാലും അത് നമ്മളെന്താ എസിന് പകരം ഇവിടെ സിഗ്മ കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ഇക്വേഷൻ കുറച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ x ബാർ എന്താണ്? 248.2 മൈനസ് ആൽഫ 0.05 ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മളെ സെഡിൻ്റെ വാല്യൂ എന്താണ്? സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.96 ആയിരിക്കും. 1.96 ആണ്. അങ്ങനെയാണെങ്കിലുള്ള ഫൈനലി ആൻസേഴ്സ് എന്താ വരുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്തേ, എന്തായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക എസ് എന്താണ്? ഇത് 4/√150 √150 into 1.96 248.2 plus 4/√150 into 1.96. So this is equal to, finally നമുക്ക് കിട്ടുന്ന ആൻസർ 247.56, 248.84. ഇതാണ് എന്ത്? നമ്മളുടെ കോൺഫിഡൻസ് ഇൻറ്റർവൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ 95% കോൺഫിഡൻസ് ഇൻറ്റർവലിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയതായിരിക്കും. ആൻസർ കിട്ടിയിട്ടുണ്ടോ? സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. യെസ്, ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്താണ്? ആൽഫയാണ്. അതായത് എന്താ? പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ ആണ്. ഇനി ടൈപ്പ് 1 എറർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് റിജക്ട് H0. ടൈപ്പ് 1 എറർ എന്താണ്? അത് റിജക്ട് H0 വെൻ H0 ഇസ് ട്രൂ. റിജക്ട് H0 വെൻ H0 ഇസ് ട്രൂ. ഇനി പവർ ഓഫ് എ ടെസ്റ്റ് എന്താ? പ്രോബബിലിറ്റി ഓഫ് റിജക്ട് H0 വെൻ H0 ഇസ് false. when H0 is false. അതിനെങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 1 മൈനസ് ബീറ്റ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ബീറ്റ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ ആണ്. ടൈപ്പ് 2 എറർ ആണ്. ടൈപ്പ് 2 എറർ എന്ന് വെച്ചാൽ എന്താണ്? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ആക്സെപ്റ്റ് H0 when H0 is false. H0 is false. സോ അതിനെ ഈ ഒരു പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 2 എററിനെ നമ്മൾ ബീറ്റ എന്നാണ് ഡിനോട്ട് ചെയ്യുക. സോ 1 മൈനസ് ബീറ്റ. പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറയുന്നത് 1 മൈനസ് ബീറ്റ ആയിരിക്കും. സോ ഇനി നെക്സ്റ്റ്
ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ് എക്സ് ബാർ ചാർട്ടിൽ കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് സാമ്പിൾ സൈസ് ഇവിടെ n തന്നിട്ടുണ്ട്. എന്താണ് n is equal to 4 ആണ് തന്നിട്ടുണ്ട്. m is equal to 25. m എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ്. ഇനി എക്സ് ബാർ ചാർട്ട് കാണാൻ നമ്മളെ സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത് എന്താണ് എക്സ് ഡബിൾ ബാർ ആണ് ആണല്ലോ. അതെന്താണ് സിഗ്മ എക്സ് ബാർ ബൈ എം ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 305/25 എന്ന് കിട്ടും. ആൻസർ എത്രയാണ് വരുന്നത് പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ. ഇനി ആർ ബാർ കാണാൻ റേഞ്ച് ആർ ബാർ കാണാനുള്ള ഇക്വേഷൻ എന്താണ് സിഗ്മ ആർ ബൈ എം ആണ്. സോ 210 ഡിവൈഡ് ബൈ 25. ഇവിടെ 305/25 ആൻസർ എത്ര വരും? ആൻസർ നമുക്ക് വരുന്നത് 12.2 എന്ന് കിട്ടും. ഇനി ആർ ബാർ എന്ന് പറഞ്ഞാലോ 210/25 8.4 എന്നായിരിക്കും കിട്ടുക. ഇനി ഇവിടെ നമ്മളുടെ അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ഡബിൾ ബാർ പ്ലസ് A2 ആർ ബാർ ആണ്. A2 കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സാമ്പിൾ സൈസ് 4 തന്നിട്ടുള്ളത്. സോ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ് നമ്മൾ ആ ടേബിൾ എടുക്കുക. അതിൽ സാമ്പിൾ സൈസ് 4ൻ്റെ നേരെ വരുന്ന A2ൻ്റെ വാല്യൂ നോക്കുക. A2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.729 എന്നായിരിക്കും കിട്ടുക. ഇനി അതെന്താ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സ് ഡബിൾ ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും 12.2 പ്ലസ് A2 എന്ന് പറയുന്നത് 0.729 ഇൻറ്റു 8.4. ഇനി LCL ആണെങ്കിലോ അത് എക്സ് ഡബിൾ ബാർ മൈനസ് A2 ആർ ബാർ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 12.2 മൈനസ് 0.729 ഇൻറ്റു 8.4. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ നമ്മളെ അപ്പർ കൺട്രോൾ ലിമിറ്റ് നമുക്ക് ആൻസർ വരുന്നത് 18.3236 ആണ്. ആൻഡ് ഇവിടെ ലോവർ കൺട്രോൾ ലിമിറ്റ് വരുന്നത് 6.076 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അത് വരുന്നത് സോ ഇവിടെ ആൻസേഴ്സ് വരുന്നത് എന്താ 12.4 ആർ ബാർ വരുന്നത് യെസ് 8.4 ആണ്. ഇനി UCL LCL ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾ ലിമിറ്റ്സ് കാണാനേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇതാണ് നമ്മളെ കൺട്രോൾ ലിമിറ്റ്സ് നമുക്ക് വരുന്നത്. ഇനി നെക്സ്റ്റ് ആൻ എസ്റ്റിമേറ്റഡ് T സാറ്റിസ്ഫൈ എക്സ്പെക്ടേഷൻ ഓഫ് T ഈസ് ഈക്വൾ ടു തീറ്റ. എക്സ്പെക്ടേഷൻ ഓഫ് T ഈസ് ഈക്വൾ ടു തീറ്റ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്താണ്? തീറ്റ എന്തായിരിക്കും? അതൊരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആയിരിക്കും. അതെന്താണ്? ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആയിരിക്കും. ഇതാ യൂഷ്വലി 8 ക്വസ്റ്റനിൽ തരാറുണ്ട്. ഇനി തന്നിട്ടില്ലെങ്കിൽ നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ചെറിയൊരു ബുക്ക് ഉണ്ടല്ലോ അതിനകത്ത് സാധനം ഉണ്ടായിരിക്കും. സോ ഇനി ഇവിടെ മൊമെൻ്റ് എസ്റ്റിമേറ്റ് ഓഫ് പോപ്പുലേഷൻ മീൻ നമുക്കറിയാം മ്യൂ ക്യാപ്പ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീൻ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ് എക്സ് ബാർ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ചെയ്യേണ്ടത് ഇവരെല്ലാവരും ആഡ് ചെയ്യുക 67 പ്ലസ് 69 പ്ലസ് ഇവരെല്ലാവരും നമ്മൾ ആഡ് ചെയ്യുക എക്സെട്ര പ്ലസ് 61 പ്ലസ് 63 ഡിവൈഡഡ് ബൈ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്താണ് 10 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 10 ആണ്. സോ ഡിവൈഡ് ബൈ 10. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇവരെല്ലാവരും ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 644 ഡിവൈഡ് ബൈ 10 64.4 എന്ന് കിട്ടും. 64.4 ആയിരിക്കും നമ്മളോട് ഫൈനൽ ആൻസർ നമുക്ക് വരുന്നത്. ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് SRSWOR മെത്തേഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ SRSWOR നമ്മളെ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു NCN ആയിരിക്കും. ഇവിടെ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് എന്താണ്? അത് പോപ്പുലേഷൻ സൈസാണ് തന്നിട്ടുണ്ട്. എത്രയാണ്? അത് 5 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി സ്മോൾ ലെറ്റർ N എന്താണ്? സാമ്പിൾ സൈസ് അത് 2 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 5C2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 നമുക്ക് കിട്ടും. 5C2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 ആണ് ആൻസർ എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ഫസ്റ്റ് ഇത് എന്താ ചോദിച്ചിരിക്കുന്നത്? സം ഓഫ് സാമ്പിൾ മീൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ബാർ 140 ആണ്. മീൻ ഓഫ് സാമ്പിൾ മീൻസ് അതായത് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ കാണാനാണ് ചോദ്യം. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? അത് സിഗ്മ എക്സ് ബാർ ബൈ N ആണ്. സിഗ്മ എക്സ് ബാർ ബൈ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 140 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 14 ആണ് എന്ത് നമ്മളെ മീൻ ഓഫ് സാമ്പിൾ മീൻസ് എന്ന് പറയുന്നത്. കൂടെ ചെയ്യുന്നുണ്ടോ കിട്ടുന്നുണ്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ കമൻറ്റ് ചെയ്തോ കേട്ടോ. അപ്പം തന്നെ ചോദിക്കണേ. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് A ക്വസ്റ്റ്യൻ. ഇനി Bയിൽ എന്താണ് ചോദിക്കുന്നത്? പോപ്പുലേഷൻ വേരിയൻസ് തന്നിട്ടുണ്ട്. പോപ്പുലേഷൻ വേരിയൻസ് 2 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാർ കാണാനാണ് ക്വസ്റ്റ്യൻ. സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റിന് A2 ക്വസ്റ്റനിൽ യൂഷ്വലി തരാറുണ്ട്. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ചെറിയ ബുക്ക് ഉണ്ട് അതിൽ നമ്മൾ എഴുതേണ്ടി വരും. അതിൽ നമ്മൾ നോക്കി എഴുതിയാൽ മതി.
സാമ്പിൾ സൈസ്, ഇപ്പോൾ ഇവിടെ സാമ്പിൾ സൈസ് എത്രയായിരുന്നു? സാമ്പിൾ സൈസ് വരുന്നത് 4 ആണ്. സോ ആ 4ന് നേരെ വരുന്ന A2 ആണ് നമ്മൾക്ക് അവിടെ ആൻസർ ആയിട്ട് വരിക. ഇവിടെ സ്റ്റാൻഡേർഡ് എറർ കാണാൻ ആദ്യം നമ്മൾ എന്ത് കാണണം? നമ്മൾ വേരിയൻസ് കാണണം. സോ വേരിയൻസ്, സാമ്പിൾ വേരിയൻസ് എന്ന് പറയുന്നത്, സാമ്പിൾ വേരിയൻസ് ഇസ് ഈക്വൽ ടു SRS WORൻ്റെ കേസിൽ നമ്മൾ ഇക്വേഷൻ വരുന്നത് n-n/n-1 ഇൻറ്റു സിഗ്മ സ്ക്വയർ ബൈ n ആണ്. സിഗ്മ സ്ക്വയർ ബൈ n ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. സോ 5 - 2 ഡിവൈഡഡ് ബൈ 5 - 1 ഇൻറ്റു സിഗ്മ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 2 ആണ് തന്നിട്ടുണ്ട്. ആൻഡ് നമ്മളുടെ n എത്രയാണ്? അതും എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 5 - 2 എന്ന് പറയുമ്പോൾ 3 കിട്ടും. 5 - 1 എന്ന് പറയുമ്പോൾ 4 കിട്ടും. 2/2 അതെന്ത് കിട്ടി? 1 എന്നാണ് കിട്ടുക. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു 3/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.75 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? അത് റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. അപ്പോൾ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 0.75. ഫൈനലി നമ്മൾ ആൻസർ വരുന്നത് 0.866. ഇതാണ് നമുക്ക് ഫൈനലി ആൻസർ വരിക. ചെയ്ത് നോക്കുന്നുണ്ടോ? സോ നമുക്ക് യെസ് മാളവിക, നമുക്ക് 10 ആണ് എന്ത്? നമുക്ക് 5C2 വന്നിരിക്കുന്നത്. ഇനി ഇവിടെ ഫൈനൽ ആൻസർ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് 0.866 ആണ്. ഇനി നെക്സ്റ്റ്, ദി പ്രോബബിലിറ്റി ദാറ്റ് എ നോർമൽ വേരിയബിൾ എക്സ് ലൈസ് ഇൻ ദി ഇൻ്റർവെൽ μ-3 സിഗ്മ μ+3 സിഗ്മ. എവിടെ നിന്നാണ് ഇത് വരുന്നത്? ഇത് നമ്മളെ പ്രോപ്പർട്ടീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നോർമൽ കർവിൻ്റെ പ്രോപ്പർട്ടീസിൽ 11ാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണിത്. ഇവിടെ 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദൂരെയാണെങ്കിൽ നമ്മളെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0.99 ആയിരിക്കും. ഇതിന് പകരം ഇവിടെ വരുന്നത് μ- സിഗ്മ μ+ സിഗ്മ ആണെങ്കിൽ അത് 0.68ഉം, ഇനി μ-2 സിഗ്മ μ+2 സിഗ്മ ആണെങ്കിൽ അത് വരുന്നത് 0.95 എന്നായിരിക്കും നമുക്ക് വരിക. നെക്സ്റ്റ് ഇവിടെ PDF തന്നിട്ടുണ്ട്. ആദ്യം മീൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം നമ്മൾ ഇതിൻ്റെ PDF എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. നോർമലിൻ്റെ PDF എങ്ങനെയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/sigma √2π e⁻−1/2 x - μ/sigma ദി ഹോൾ സ്ക്വയർ. സോ ഇവിടെ മ്യൂവിൻ്റെ സ്ഥലത്ത് എന്താ വരുന്നത്? ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. യെസ്, നമുക്കത് പറയാൻ ആസു. സോ ഇവിടെ മ്യൂ എന്താണ് വരുന്നത്? ഇവിടെ ഇതിൻ്റെ അകത്ത് വരുന്നത് 80 ആണ്. സോ മ്യൂ നമുക്ക് കിട്ടിയ എത്രയാണ്? 80 ആണ്. മ്യൂ ഈസ് ഈക്വൽ ടു 80 ആണ്. ഇനി വേരിയൻസ്, ഇവിടെ സിഗ്മ, ഈ സിഗ്മേൻ്റെ സ്ഥലത്ത് ആരാണുള്ളത്? 12 ആണുള്ളത്. സോ സിഗ്മ നമുക്ക് കിട്ടിയിട്ടുണ്ട് 12 ആണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ സ്ക്വയർ എന്തായിരിക്കും? 12 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 144 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ്, പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 80. സോ സിഗ്മ ഉണ്ട്, മ്യൂ ഉണ്ട്, നമുക്ക് എന്താ Z ട്രാൻസ്ഫോർമേഷൻ ചെയ്യാമല്ലോ. സോ എന്തായിരിക്കും വരിക? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 80 ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് - μ/sigma ഗ്രേറ്റർ ദാൻ 80 - മ്യൂ എന്താണ്? 80 ആണ്, ഡിവൈഡ് ബൈ സിഗ്മ എന്ന് പറയുന്നത് 12 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് Z ഗ്രേറ്റർ ദാൻ 80 - 80. ഇവിടെ എന്താണ്? ഇത് 0 വരും. അപ്പോൾ Z ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മളെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? ഇവിടെ Z ഈക്വൽ ടു 0 ആണ്. അതിനെക്കാട്ടും വലുതാണ് എന്ത്? നമ്മളുടെ വാല്യൂസ് എന്ന് പറയുന്നത്. സോ ഇത് Z ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഇവിടെ ഫൈനലി ആൻസർ എന്ത് വന്നു? ഇവിടെ നമുക്ക് 0.5 എന്നായിരിക്കും കിട്ടുക. എത്രയാണ്? 0.5. ടോട്ടൽ ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്നത് 1 ആണ്. സോ അതിൻ്റെ പകുതി എത്രയായിരിക്കും? 0.5 ആണ് നമുക്കവിടെ ആൻസർ ആയിട്ട് വരാം. ഇനി നെക്സ്റ്റ്, ഇഫ് എ നോർമൽ റാൻഡം വേരിയബിൾ എക്സ്, ഇവിടെ ഒരു നോർമൽ റാൻഡം വേരിയബിൾ ഉണ്ട് എക്സ്, അതിൻ്റെ മീൻ എന്ന് പറയുന്നത് 75 ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്. അതെന്ത് വേറെ ഒന്നും തന്നിട്ടില്ല. സോ ഇനി ഇവിടെ കാണാൻ പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതേ മോഡൽ തന്നെയാണ് ഇവിടെ പിന്നെയും ചോദിച്ചിരിക്കുന്നത്. സോ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 90 എന്ന് പറയുന്നത് 0.8315 ആണ്. സോ ഇവിടെ പ്രോബിലിറ്റി ഓഫ് എക്സ് - μ/sigma ലെസ് ദാൻ 90 - 75 ഡിവൈഡ് ബൈ സിഗ്മ. ഇതെന്താണെന്ന് നമുക്കറിയില്ല. ഇവിടെ സിഗ്മ എന്താണെന്ന് നമുക്ക് അറിയില്ല. ഇനി ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സിഗ്മയാണ് എന്ത് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഇതെന്താണ്? 0.8315 ആണ്. സോ ഇവിടെ എന്ത് കിട്ടും? പ്രോബിലിറ്റി ഓഫ് Z ലെസ് ദാൻ 90 - 75 എന്ന് പറയുമ്പം നമുക്ക് എത്ര വരും? 90 - 75 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 15 ഡിവൈഡഡ് ബൈ സിഗ്മ ഇസ് ഈക്വൽ ടു 0.8315 എന്ന് കിട്ടും. സോ ഇവിടെ വരുന്നത് എന്താണ്? ഇവിടെ നമ്മൾ ഏരിയ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇതാണ് ഇപ്പം Z is equal to 0.
ഇതാണ് നമ്മളെ z is equal to 0 വരുന്നത്. ഇതാണ് നമ്മളുടെ ആ ഒരു 15/σ വരുന്നത്. സോ അതിനെക്കാട്ടും ലെസ് ആണ് എന്ത് z എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വാല്യൂവിനെക്കാട്ടും കുറവാണ് എന്ത് z എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ. സോ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ ലെസ് ദാൻ. ഈ ഇത്രയും പോർഷൻ്റെ ഏരിയ ആണ് നമുക്ക് ആവശ്യം. ഇത്രയും പോർഷൻ്റെ ഏരിയ ആണ് നമുക്ക് ആവശ്യം. സോ 0.5 പ്ലസ് ഈ ഒരു വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സോ 0.5. സോ ഇവിടെ എന്ത് വന്നു? 0.5 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 15/σ. അതാണ് എന്ത് 0.8315 എന്ന് പറയുന്നത്. അങ്ങനെയാണ് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 15/σ ഇസ് ഈക്വൽ ടു 0.8315. 0.8315 മൈനസ് 0.5 എന്ന് കിട്ടും. ആൻസർ എത്രയാണ് വരുന്നത്? 0.8315 മൈനസ് 0.5. ആൻസർ വരുന്നത് 0. ഇവിടെ നമുക്ക് 0. ഫൈനലി 0. എന്ത് കിട്ടും? 0.96 0.3315 എന്ന് കിട്ടും. ഇനി 0.3315 നമ്മളെ ടേബിളിൽ എവിടെയാണ് വരുന്നത് എന്ന് നോക്കാം. നമ്മളെ z ടേബിളിൽ എവിടെയാണ് വരുന്നത് എന്ന് നോക്കാം. സോ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ വാല്യൂ വരുന്നത് 0.96 നേരെയാണ്. സോ ഇവിടെ നമ്മളുടെ 15/σ എന്ന് പറയുന്നത് 0.96 ആണെന്ന് കിട്ടും. സോ 0.96 സെഡിൻ്റെ വാല്യൂ, ഇവിടെ z1ൻ്റെ വാല്യൂ എന്താണ്? 0.96 ആണ്. 0.96 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്തായി? 15 is equal to sigma into 0.96. അങ്ങനെയാണെങ്കിൽ സിഗ്മ എന്താണ്? 15 divided by 0.96. ദാറ്റ് ഈസ് ഈക്വൽ ടു 15/0.96 എന്ന് പറഞ്ഞാൽ ഫൈനൽ ആൻസർ വരുന്നത് 15.625. സിഗ്മ എന്ത് കിട്ടി? 15.625. ഇതായിരിക്കും എന്ത്? നമ്മളെ സിഗ്മേൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഈ ആൻസർ വന്നിട്ടുണ്ടോ എല്ലാവർക്കും? ഈ ആൻസർ വന്നിട്ടുണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. z ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫൈനലി ഈ ഒരു ഇത്തരത്തിലൊരു ഇക്വേഷൻ കിട്ടും. ഫൈനലി 0 ലെസ് ദാൻ z ലെസ് ദാൻ ഒരു ടേം, അതിൻ്റെ കൂടെ എന്താണ് ഒരു വാല്യൂ കിട്ടും. സോ ഇനി അത് എവിടെയാണ്, ആ ടേബിളിൽ എവിടെയാണ് ആ പ്രോബിലിറ്റി വരുന്നത് എന്ന് നോക്കാം. എന്നിട്ട് അവിടുന്ന് നേരെ 2 സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ നമ്മൾ z-ൻ്റെ വാല്യൂ കിട്ടും. z-ൻ്റെ വാല്യൂ 0.96 എന്ന് കിട്ടി. സോ നമ്മൾ സിഗ്മേൻ്റെ വാല്യൂ കിട്ടി 15.625 ആണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്താണ്? സ്ഥിരമായിട്ട് വരാറുള്ളതാണ്. z ലെസ് ദാൻ 1 ആണെങ്കിൽ അതേതാ വരിക? ഇത് തന്നെയാണ്. ഈ ഒരു ഗ്രാഫ് തന്നെയാണ് വരിക. z ലെസ് ദാൻ എന്തെങ്കിലും ഒരു വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ ഹോമി ഇവിടെ z ലെസ് ദാൻ ഒരു z1, ഇതെല്ലാം എന്താണ്? z ലെസ് ദാൻ z1 ആണെങ്കിൽ ഈ ഒരു ഗ്രാഫ് ആയിരിക്കും വരാം. ഇപ്പോൾ z ലെസ് ദാൻ 0.0968 എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് 0.5 പ്ലസ് നമ്മളുടെ പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z1 ഇസ് ഈക്വൽ ടു 0.0968 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ ചെയ്ത പോലെ തന്നെ ബാക്കി ചെയ്തു പോവുക. ഇവിടെ 0.5 ഇതിൻ്റേത് മൈനസ് ചെയ്യുക. സോ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും. എക്സ് ബാർ ചാർട്ടിൽ എക്സ് ബാർ ആർ എന്നിവ തന്നില്ലെങ്കിൽ എങ്ങനെ കാണുക? അബി അതാണ് നമ്മളിവിടെ ഫേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സ് ബാർ ചാർട്ടിൽ എക്സ് ഡബിൾ ബാർ കാണാൻ സിഗ്മ എക്സ് ബാർ ബൈ എം ആണ് ചെയ്യേണ്ടത്. അതായത് സിഗ്മ എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും ആവറേജ് തന്നിട്ടുണ്ടാവും. അത് ടോട്ടൽ എത്രയാണ് സാമ്പിൾസ് തന്നിരിക്കുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ് നോക്കുക. സോ അത് വരുന്നത് 25 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആർ ബാർ എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും റേഞ്ച്, നമുക്ക് ഓരോ സാമ്പിളിൻ്റെയും റേഞ്ച് നമുക്ക് കിട്ടും. ആ റേഞ്ചിൽ നിന്ന് നമുക്ക് എന്ത് കാണാം? നമ്മൾ ആർ ബാർ കാണാം. പിന്നെ ഈ ഒരു ഇക്വേഷനിലേക്ക് ഇവരൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ്സ് കിട്ടും. അപ്പർ കൺട്രോൾ ലിമിറ്റ്, ലോവർ കൺട്രോൾ ലിമിറ്റ്, സെൻട്രൽ ലൈൻ, ഈ 3 ആൾക്കാരും കിട്ടും. ഈ വാല്യൂസ് വെച്ച് നമുക്കിതെല്ലാം വരയ്ക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്? ഏതാണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണെന്ന് അവിടെ ആൻസർ ആയിട്ട് വരാം. ഇനി നെക്സ്റ്റ്, ലെറ്റ് എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വിത്ത് PDF. ഇതൊരു ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ കാണാൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ആദ്യം ഇവിടെ -∞0 വരണം. സോ അതെന്താണ്? അത് ലെസ് ദാൻ 0 ആണ്. എക്സ് ലെസ് ദാൻ 0 വരുന്ന കേസിൽ എന്താണ്? ഇവിടെ ആക്ച്വലി ആരുമില്ല. സോ നമുക്കിവിടെ എന്ത് വരും? അത് 0 ആണെന്ന് കിട്ടും. ഇവിടെ f(x) എന്ന് പറയുന്നത് എന്താണ്? അത് 0 ആണെന്ന് കിട്ടും. 0 ആണല്ലോ. ഇനി നെക്സ്റ്റ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1.
ഈ ഒരു റേഞ്ചിലാണെങ്കിൽ നമുക്ക് വരിക ഇൻറ്റഗ്രൽ 0 ടു ഇവിടെ വരാം ഇൻറ്റഗ്രൽ -∞ ടു 0 f of x dx integral -∞ to 0 f of x dx plus integral 0 to x f of x dx. So this is equal to ഇതിൻ്റെ ആൻസർ വരിക ആദ്യത്തേത് എന്താണ് അത് 0 ആയിപ്പോൾ. സോ 0 പ്ലസ് 25 കിട്ടിയത് എവിടെയാണ് 25ൻ്റെ കാര്യം പറഞ്ഞത്? ഏത് ക്വസ്റ്റ്യനാണ് റാസി? ഏത് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്? ഇൻഡിപെൻഡൻസിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അനസ്. ഇൻഡിപെൻഡൻസ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, നമുക്കത് പറയാം. സോ ഇനി ഇവിടെ വരുന്നത് എങ്ങനെയാണ്? -∞ ടു 0 0 ടു എക്സ് ആണ് നമ്മൾ കാണുന്നത്. സോ ഇവിടെ 0 പ്ലസ് ഇൻറ്റഗ്രൽ 0 ടു എക്സ് എഫ് ഓഫ് എക്സ് എന്താണ്? 3x² dx ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു x². നമ്മളെ ഇൻറ്റഗ്രൽ x⁻n dx എന്ന് പറയുന്നത് എന്താണ്? x⁻n+1 ഡിവൈഡഡ് ബൈ n+1 പ്ലസ് c ആണ്. സോ ഇവിടെ എന്ത് വരും? x 2ൻ്റെ കൂടെ ഒന്ന് കൂട്ടി. സോ x³/3 ഏതാണ് റേഞ്ച്? 0 to x ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 3യും 3യും എന്താ ഇവിടെ ക്യാൻസൽ ആയിപ്പോയി, x³ നമുക്ക് കിട്ടും. ആൻസർ എന്ത് കിട്ടും? x³ എന്ന് കിട്ടും. ഏതിൽ? 0 ലെസ് ദാൻ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി ലാസ്റ്റ് നമ്മളെ x ഗ്രേറ്റർ ദാൻ 1 നമ്മളുടെ ഇക്വേഷൻ വരാം എന്തായിരിക്കും? x ഗ്രേറ്റർ ദാൻ 1 എന്താ വരാൻ നോക്കാം. x ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻറ്റഗ്രൽ -∞ ടു 0 f of x dx പ്ലസ് ഇൻറ്റഗ്രൽ 0 to 1 f of x dx പ്ലസ് ഇൻറ്റഗ്രൽ 1 to ∞ f of x dx അല്ലെങ്കിൽ 1 to x f of x dx. സോ ഇവിടെ എന്ത് വന്നു? ഈ രണ്ട് ടേംസും എന്താണ്? 0 ആയിരിക്കും. ഈ രണ്ട് ടേംസും എന്താണ്? 0 ആയിരിക്കും. ഈ നടുക്കിലുള്ള ആളെ മാത്രമേ നമുക്ക് കാണാനുള്ളൂ. സോ ദിസ് ഈക്വൽ ടു 0 പ്ലസ് ഇൻറ്റഗ്രൽ 0 to 1 3x² dx പ്ലസ് 0. സോ 3 ഇൻറ്റു x² ഡെറിവേറ്റീവ് എന്താണ്? ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് x³ 0 to 1. സോ ഈ 3യും 3യും പോയി. ഇവിടെ എന്ത് വരും? 1³ - 0³ എന്ന് കിട്ടും. സോ ഫൈനൽ ആൻസർ എന്താ? 1 എന്ന് കിട്ടും. സോ ഇവിടെ f of x എന്താണെന്ന് കിട്ടി? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. കണ്ടിന്യൂസിൻ്റെ കേസിൽ ഇതുപോലെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ എന്ത് വരും? 0 എപ്പം x ലെസ് ദാൻ 0 ആകുമ്പം ഇനി x³ ആണ് കിട്ടുക എപ്പം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പം 1 ആയിരിക്കും കിട്ടുക എപ്പം x ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മീൻ കാണാൻ വേണ്ടിയിട്ടാണ്. മീൻ കാണാൻ വളരെ ഈസി അല്ലേ? എന്തായിരുന്നു? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് പി ഓഫ് എക്സ് ആയിരുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഓരോ എക്സും അതിൻ്റെ കൂടെ പി ഓഫ് എക്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, അത്രയും ചെയ്യാനുള്ളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 × 5/20 2 × 5/20 പ്ലസ് 3 × 6/20 പ്ലസ് 9 × 6 × 9/20 6 × 9/20. സോ ദിസ് ഈസ് ഈക്വൽ ടു ആൻസർ വരുന്നത് 10/20 പ്ലസ് 18/20 പ്ലസ് 9 6 are 54/20. സോ ഫൈനൽ ആൻസർ വരുന്നത് എത്രയായിരിക്കും? ഇതിൻ്റെ ഫൈനൽ ആൻസർ എത്രയായിരിക്കും വരിക? പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. PDF f of x കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ f of x നമുക്ക് തന്നിട്ടുണ്ടാവും, f of x നമുക്ക് തന്നിട്ടുണ്ടാവും. അതിൻ്റെ ഡിഫറൻഷിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണെന്ത്? PDF. നമുക്ക് കിട്ടുന്നതാണ് നമ്മളുടെ PDF. ഇനി PDF-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ നേരെ തിരിച്ച് നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ കണ്ടു കഴിഞ്ഞാൽ, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഡിഫറൻസിയേഷൻ എടുത്തു കഴിഞ്ഞാൽ അതാണ് എന്ത്? നമ്മളെ എഫ് ഓഫ് എക്സ് PDF നമുക്ക് വരുന്നത്. സോ ഡിഫറൻസിയേഷൻ കണ്ടാൽ മതി, അപ്പോൾ നമുക്ക് PDF കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു ആൻസർ എന്താ വരാം? ആൻസർ വരുന്നത് എത്രയാണ്? 82 കിട്ടും. 12 5 6 7 82/20 ദാറ്റ് ഈസ് ഈക്വൽ ടു 4.1 ആണെന്ത് നമുക്ക് മീൻ വരുന്നത്. യെസ്, നമുക്ക് വരുന്നത് എത്രയാണ്? 82/10. യെസ്, അസ്ലം കറക്റ്റ് ആൻസർ ആണ്. 82/10 ആണ്. 82/20 ആണ്.
82/20 ആണ്, 10 അല്ല കേട്ടോ, 82/20 ആണ്. ഇനി നെക്സ്റ്റ് കാണാൻ പറഞ്ഞിരിക്കുന്നത് വേരിയൻസ് ആണ്. വേരിയൻസ് കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? വേരിയൻസ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. സോ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ കിട്ടുക? അത് സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്താണ്? ഇവിടെ ആദ്യം 2 സ്ക്വയർ ഇൻറ്റു 5/20 പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു 6/20 പ്ലസ് 6 സ്ക്വയർ ഇൻറ്റു 9/20 2 സ്ക്വയർ എന്താ? 4 ഇൻറ്റു 5/20 പ്ലസ് 3 സ്ക്വയർ 9 ഇൻറ്റു 6/20 6 സ്ക്വയർ എന്ന് വെച്ചാൽ 36 ഇൻറ്റു 9/20 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പം ഇവിടെ എന്ത് വരും? 20 പ്ലസ് 9 6 are 54 പ്ലസ് 36 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 324 ഡിവൈഡഡ് ബൈ 20. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ വരുന്നത് 398/20 കിട്ടും. ആൻസർ എത്രയാണ് വരുന്നത്? ആൻസർ വരുന്നത് യെസ് 19.9 എന്നായിരിക്കും ആൻസർ കിട്ടുക. ആൻസർ വരുന്നത് എത്രയാണ്? 19.9 എന്നായിരിക്കും നമുക്ക് ഫൈനലി ആൻസർ കിട്ടുക. സോ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കിട്ടി. ഇനി വേരിയൻസ് എങ്ങനെ കാണാം? വേരിയൻസ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 19.9 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്താണ്? 4.1. അതിൻ്റെ എന്താണ്? സ്ക്വയർ ആണ് കണ്ടത്. സോ ആൻസർ ഫൈനലി വരുന്നത് 3.09 എന്നായിരിക്കും. 19.9 മൈനസ് 4.1 സ്ക്വയർ. ഫൈനൽ ആൻസർ വരുന്നത് 3.09 ആണെന്ന് നമുക്കവിടെ ഫൈനലി ആൻസർ ആയിട്ട് വരാം. ഇനി നെക്സ്റ്റ് എനോവ ടേബിളിൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 20 ആണെന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 20 ആണ്. ആൻഡ് നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് അതിൽ 4 ആണ്. സോ ഇവിടെ n എന്താണ്? 20 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ നമ്മളുടെ ട്രീറ്റ്മെൻറ്റ്സ് k എന്താണ്? 4 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എറർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? n - k ആണെന്ന് അതിൻ്റെ എറർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. സോ എന്ത് കിട്ടും? 20 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. ആൻസർ എന്താ വരുന്നത്? 16 ആണെന്ന് നമ്മൾ ആൻസർ വരുന്നത്. ഇനി എററിന് പകരം നമ്മുടെ ബിറ്റ്വീൻ സാമ്പിൾസിൻ്റെ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ചോദിച്ചെങ്കിലും അപ്പോൾ നമുക്ക് എന്തായിരിക്കും? k - 1 4 - 1 ഈക്വൽ ടു 3 ആയിരിക്കും കിട്ടുക. നെക്സ്റ്റ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് അസൈനബിൾ കോസസ് ഓഫ് വേരിയേഷനും ചാൻസ് കോസ് ഓഫ് വേരിയേഷനും എന്താണ്? അസൈനബിൾ കോസസ് എന്ന് വെച്ചാൽ എന്താണ്? അത് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും ആൻഡ് ക്യാൻ ബി കൺട്രോൾ. നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. സാമ്പിളുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ബേസിക്കലി അസൈനബിൾ കോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ചാൻസ് കോസസ് ആണെങ്കിൽ cannot be measured or controlled. സോ അത് വ്യത്യാസം വരുന്നത് ബിറ്റ്വീൻ ദി സാമ്പിൾ ആണ്, വിതിൻ ദ സാമ്പിൾ ആണ്. ആ സാമ്പിളിൻ്റെ അകത്ത് വരുന്ന വേരിയേഷൻ ആണ് വരുന്നത്. എക്സാമിന് ഈ മോഡൽ ക്വസ്റ്റ്യൻ അസൈനബിൾ വേരിയേഷൻ മുന്നേ എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻറ്റഗ്രൽ 1/x⁵5 dx അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട എക്സിൻ്റെ മുകളിലേക്ക് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. സോ ഇൻറ്റഗ്രൽ എന്ത് വരും? x⁻5 dx എന്ന് കിട്ടും. സോ ഇനി എന്താണ് ചെയ്യേണ്ടത്? x⁻5 dx എന്ന് പറയുമ്പം x⁻5 + 1 5 + 1 പ്ലസ് c കിട്ടും. -5 + 1 എന്താണ്? അത് x⁻4 ആണ് /-4 പ്ലസ് c എന്നായിരിക്കും കിട്ടുക. സോ ഇവിടെ ഫൈനൽ ആൻസർ വരുന്നത് -1/4x⁴ അല്ലെങ്കിൽ -1 -x⁻4/4 ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ വരുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഓപ്ഷനിൽ നമുക്കത് തന്നിട്ടില്ല. സോ ആൻസർ വരുന്നത് ഫൈനൽ ഇതായിരിക്കും ആൻസർ വരിക. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു 3x² - 5x + 7. ഇനി നേരെ മറിച്ച് റാൻഡം വേരിയബിൾസിന് ഈ മീനും വേരിയൻസും കാണാനുള്ളത് അത് ഉറപ്പായിട്ടുണ്ടായിരിക്കും. മീനും വേരിയൻസും അധികം കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഇന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് നമ്മളിത് കാണേണ്ടത് ഡിഫറൻസിയേഷൻ ആണെങ്കിൽ എന്താണ്? d/dx ഓഫ് x⁻5. ആൻസർ എന്ത് വരും? -5x⁻n - 1
-5x⁻6 എന്നായിരിക്കും കിട്ടുക. സോ -5x⁻6 ആയിരിക്കും എന്താ ഡിഫറൻസിയേഷൻ്റെ കേസ് ആണെങ്കിൽ നമുക്ക് ആൻസർ വരിക -5x⁻6 ആയിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മളെ മാത്സ് ആണ് പ്ലസ് ടുവിൽ വരുന്നത്. സോ ഇന്ന് ഈവനിങ് തൊട്ട് മാത്സിൻ്റെ ക്ലാസ്സസ് ആയിരിക്കും പോവുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ബിസിനസ്സിൻ്റെയും ബാക്കി ചാപ്റ്റേഴ്സ് കാര്യങ്ങൾ ക്ലാസ്സൊക്കെ വരിക. സോ ഇവിടെ മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ തന്നിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മാർജിനൽ തന്നിട്ടുണ്ട്, കോസ്റ്റ് ഫംഗ്ഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ കോസ്റ്റ് ഫംഗ്ഷൻ C(x) കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇൻറ്റഗ്രൽ 3x² - 5x + 7dx ആണ്. ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ഇന്നലെ നമ്മൾ ചെയ്തതാണ്, ഇന്നലെ ഓൾറെഡി ചെയ്തതാണ്. സോ പെട്ടെന്ന് തന്നെ ചെയ്യാം. 3 × x³ / 3 അതാണ് നമ്മളെ ഇൻറ്റഗ്രൽ x² എന്ന് പറയുന്നത്. മൈനസ് 3x³ / 3 -5 × x² / 2 + 7x എന്ന് കിട്ടും. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ വരുന്നത്. 7x + c. 7x + c. സോ ഇത് 3ഉം 3ഉം ക്യാൻസൽ ചെയ്തെങ്കിൽ നമുക്ക് ഫൈനൽ എന്ത് കിട്ടും? x³ - 5/2 x² + 7x + c. ഇതാണ് എന്ത് നമ്മളുടെ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിഫറൻസിയേഷൻ എടുക്കുമ്പോഴാണ് എന്ത് d/dx of c(x) ആണ് എന്ത് നമുക്കിവിടെ തന്നിട്ടുള്ളത്. നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താ? d/dx of c(x) ആയിരുന്നു. ഓക്കെ അല്ലേ? സോ ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇവിടെ അനാലിസിസ് ഓഫ് സ്കോർസ് 20 സ്റ്റുഡൻസിൻ്റെ തന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണാനാണ്. കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട്. സോ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ മാരത്തോണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് ചെയ്യുക? നമ്മൾ ഇവിടെ നമ്മളുടെ എക്സ് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്. സോ നമ്മൾ bxy-ഉം byx-ഉം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. r × σy/σx. ഇതെന്താണ്? r × σx/σy. ഇതാണെങ്കിൽ r × σy/σx ആയിരിക്കും. സോ ഇവിടെ r എന്ത് തന്നിട്ടുണ്ട്? r എത്രയാണ്? അത് തന്നിട്ടുള്ളത് 0.62 എന്നാണ്. ഇൻറ്റു σx എന്ന് പറയുന്നത് എന്താണ്? അത് 5.7 / 2.5. ഇവിടെ ആണെങ്കിലോ 0.62 × 2.5 / 5.7. സോ ഇവിടെ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഇത്തരത്തിലാണ് നമ്മൾ byx-ഉം bxy-യും നമ്മൾ കാണേണ്ടത്. സോ ഇവിടെ നമുക്കിവിടെ bxy-യും byx-ഉം കാണണം. പക്ഷേ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് വാല്യൂ എന്താണ്? പ്രാക്ടിക്കലിന് 39 കിട്ടിയാൽ ആ കുട്ടിക്ക് തിയറിക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യണം? സോ പ്രാക്ടിക്കൽ y തന്നിട്ടുണ്ട്. ഇനി കാണേണ്ടത് എന്താണ്? x ആണ് കാണേണ്ടത്. സോ നമുക്ക് കാണേണ്ട ഇക്വേഷൻ എന്താണ്? x ഓൺ y ആണ് കാണേണ്ടത്. ദാറ്റ് ഈസ് x - x bar = bxy × y - y bar. സോ bxy-ൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ bxy നമുക്ക് വരുന്നത് 1.41 എന്ന് കിട്ടും. ഇനി x ബാർ തന്നിട്ടുണ്ട്, x ബാർ അല്ലേ ഇത്? x ബാർ തന്നിട്ടുണ്ട്, y ബാർ തന്നിട്ടുണ്ട്. ഇതെന്താണ്? σx ആണ്, ഇത് നമ്മളെ σy ആണ്. സോ ഇവിടെ എന്ത് കിട്ടി? x - x ബാർ എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. ഈക്വൽ ടു bxy എന്ന് പറയുന്നത് 1.41 ആണ്. ഇൻറ്റു y - y ബാർ എന്ന് പറയുന്നത് എന്താണ്? അത് വരുന്നത് 35 ആണ്. സോ ഇത് നമുക്ക് എന്ത് കിട്ടും? ഇനി ഇവിടെ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. എക്സ് ഓൺ വൈൻ്റെ ഇക്വേഷൻ ഇതാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് y എന്താണ്? y = 39 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 39 ആണ്. സോ ഇവിടെ എന്ത് വന്നു? x = 1.41 ഇൻറ്റു 39 - 35 പ്ലസ് ഈ 40 നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. സോ പ്ലസ് 40. സോ x = 1.41 ഇൻറ്റു 39 - 35 ചെയ്യുമ്പോൾ കിട്ടും 4 കിട്ടും. 4 + 40. ദിസ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ നമുക്ക് ഫൈനലി എന്തായിരിക്കും കിട്ടുക? ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 45.64 എന്നാണ്. 45.64 ആയിരിക്കും എന്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ അവിടെ കിട്ടുക. ഈ നെക്സ്റ്റ് ഇവിടെ നമുക്ക് എക്സും വൈയും കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ 6 തന്നിട്ടുണ്ട്. r = 0.48 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x2y എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഇനി നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മളുടെ റാൻഡം വേരിയബിൾസ് എക്സ് വൈ, അതിന് പകരം എന്ത് നമ്പർ ആഡ് ചെയ്താലോ മൾട്ടിപ്ലൈ ചെയ്താലോ ഡിവൈഡ് ചെയ്താലോ സബ്ട്രാക്ട് ചെയ്താലോ ഒന്നും നമ്മളുടെ എന്താ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് മാറില്ല. സെയിം ആൻസർ തന്നെയായിരിക്കും നമുക്ക് വരിക. ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? 0.48 ആയിരിക്കും നമുക്ക് ഫൈനൽ ആൻസർ വരിക. ഇനി ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്ന റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ്.
സോ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്താ വരാം 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. അതിന് വേണേൽ n ക്യൂ മൈനസ് n എന്നിട്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല. സെയിം തന്നെയാണ് കേട്ടോ, സെയിം തന്നെയാണ്. സോമി 0.48 ആണ് ആൻസർ വന്നിട്ടുള്ളത്. ഇനി ഇവിടെ എന്ത് കിട്ടും? ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റാങ്കുകൾ നമ്മളെ വ്യത്യാസം കാണണം. ഇത് നമ്മളെ റാങ്ക് 1 ആയിട്ടും ഇത് റാങ്ക് 2 ആയിട്ടും എടുക്കുകയാണെങ്കിൽ ആദ്യം എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം കാണണം. സോ ആദ്യത്തെ ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസം ഡി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ വരുന്നത്? സോ ഡി എന്താണ് വരിക? 3 മൈനസ് 2 1, 5 മൈനസ് 3 മൈനസ് 2, ഇത് 0 1 മൈനസ് 2 മൈനസ് 3 1. സോ ഡി സ്ക്വയർ എന്ത് വന്നു? 1 4 0 1 4 9 1 എന്ന് കിട്ടും. സോ ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതായത് ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 20 എന്നായിരിക്കും. നമുക്ക് ആൻസർ കിട്ടുക 20 എന്നായിരിക്കും കിട്ടുക. അപ്പോൾ സിഗ്മ ഡി സ്ക്വയർ എന്താണ്? സിഗ്മ ഡി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? അത് 20 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കാം. റോ ഇസ് ഈക്വൽ ടു 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു 20 ഡിവൈഡ് ബൈ n ഇവിടെ വരുന്നത് എത്രയാണ്? n ഇസ് ഈക്വൽ ടു 7 ആണ്. സോ 7 ഇൻറ്റു 7 സ്ക്വയർ മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 6 2 സാർ 12 120 ബൈ 7 ഇൻറ്റു 7 ഇൻറ്റു 7 സ്ക്വയർ എന്താണ്? 49 ആണ്. 49 മൈനസ് 1 എന്ന് പറയുമ്പോൾ 48 കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു ഫൈനലി നമ്മൾ ആൻസർ വരുന്നത് 0.643 ആണ്. 0.643 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി റിപ്പീറ്റഡ് ആണെങ്കിലോ? വിത റിപ്പീറ്റഡ് ആണെങ്കിൽ നമുക്ക് എന്താ വരിക? പ്ലസ് കറക്ഷൻ ഫാക്ടർ. പ്ലസ് കറക്ഷൻ ഫാക്ടർ കൂടെ വരും. നമുക്ക് പ്ലസ് കറക്ഷൻ ഫാക്ടർ കൂടെ നമുക്ക് കിട്ടും. എക്സ് ബാർ ചാർട്ടിൽ എം കിട്ടിയത് എം ക്വസ്റ്റനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ് 25 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. ഈ നെക്സ്റ്റ് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ക്വസ്റ്റനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇൻഡെക്സ് നമ്പേഴ്സിൽ നമുക്കറിയാം ഇതുപോലെ ടേബിൾ വേണം. ഇൻഡെക്സ് നമ്പറിൽ ലാപ്പയർ ഇൻഡെക്സ് നമ്പർ എന്താണ്? ഇക്വേഷൻ സിഗ്മ P1 Q0 ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100 ആണ്. ഇനി പി എന്ന് വെച്ചാലോ സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100 ആണ്. ഈ നെക്സ്റ്റ് എഫ് എന്താണ്? റൂട്ട് എൽ ഇൻറ്റു പി ആണ്. സോ ഇവിടെ നമ്മൾ ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ പ്രൈസിൽ 2010 എന്ന് പറയുമ്പോൾ P0, 2018 എന്ന് പറയുമ്പോൾ P1. ഇനി ക്വാണ്ടിറ്റി 2010 Q0ഉം 2018 എന്താണ്? Q1 ആയിരിക്കും കിട്ടുക. ഉജ്വൽ ഒരു 7.15 നമുക്ക് തീർക്കാം. കഴിഞ്ഞു. ഇനി 2 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. സോ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ സിഗ്മ P1 Q0 ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 977 ഡിവൈഡഡ് ബൈ 900 P0 Q0 എന്ന് പറയുമ്പം 777 ആണ്. സോ 777 ഇൻറ്റു 100 കിട്ടും. ആൻസർ എന്താ വരാം? എസ് ക്വസ്റ്റ്യൻ നമുക്ക് ആ മാർക്കിനാണ് വരുന്നത്. ആൻസർ വരുന്നത് 125.74 ആണ്. 125.74 കിട്ടും. ഈ നെക്സ്റ്റ് പി എന്ന് പറയുന്നത് സിഗ്മ P1 Q1 എന്ന് പറയുന്നത് എത്രയാണ്? അത് 976 ആണ്. ഇനി P0 Q1 അത് 788 ആണ് ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 123.86 എന്നായിരിക്കും നമുക്ക് ഫൈനലി ആൻസർ കിട്ടുക. ഇനി നെക്സ്റ്റ് ഫിഷേഴ്സ് കാണാനോ? ഈ രണ്ടാൾക്കാരും എന്താ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. root of 125.74 into 123.86. ഫൈനലി എഫിൻ്റെ ആൻസർ വരുന്നത് 124.8 എന്നായിരിക്കും. എഫ് എന്താണ്? ഒരു ഐഡിയൽ ഇൻഡെക്സ് നമ്പറാണ്. ഐഡിയൽ ഇൻഡെക്സ് നമ്പറാണ്. എന്തുകൊണ്ടാണ് എഫിന് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്? ഇറ്റ് കൺസിഡേഴ്സ് ബോത്ത് കറണ്ട് ആൻഡ് ബേസ് ഇയർ. കൺസിഡേഴ്സ് ബോത്ത് കറണ്ട് ഇയർ ആൻഡ് ബേസ് ഇയർ. കറണ്ട് ഇയറിനെ നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ ബേസ് ഇയറിനെ നോക്കുന്നുണ്ട്. കറണ്ട് ആൻഡ് ബേസ് ഇയർ ക്വാണ്ടിറ്റീസിനെ നോക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ് റാം, ഭയങ്കര ഈസിയാണ്. സോ ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ട്രെൻഡ് ലൈനിൻ്റെ ഇക്വേഷൻ ആണ്. ട്രെൻഡ് ലൈനിൻ്റെ ഇക്വേഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ട്രെൻഡ് ലൈനിൻ്റെ ഇക്വേഷൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്ത് കിട്ടും ഇവിടെ? y is equal to ട്രെൻഡ് ലൈനിൻ്റെ ഇക്വേഷൻ എന്താ? y is equal to ax plus b ആണ്. y is equal to ax plus b ആണെന്ന് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. ഇനി ഇതിലേക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് നോർമൽ ഇക്വേഷൻസ് വേണം. എന്തൊക്കെയാണ് നമ്മുടെ നോർമൽ ഇക്വേഷൻസ്? എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്? നോർമൽ ഇക്വേഷൻസ് നമുക്കറിയാലോ. നോർമൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ നോർമൽ ഇക്വേഷൻസ് വരുന്നത് y is equal to
സിഗ്മ വൈ ഈസ് ഈക്വൽ ടു എ സിഗ്മ എക്സ് പ്ലസ് എൻ ബി. അതാണ് ആദ്യത്തെ ആൾ. ഇനി രണ്ടാമതൊരു ഇക്വേഷൻ കൂടിയുണ്ട്, സിഗ്മ എക്സ് വൈ ഈസ് ഈക്വൽ ടു എ സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് ബി സിഗ്മ എക്സ്. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാണ്, നമ്മളിവിടെ ടേബിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്തരത്തിലൊരു ടേബിൾ നമുക്ക് വരയ്ക്കാനുണ്ട്. ഇതൊരു ടേബിൾ വരയ്ക്കണം. ഈ ടേബിളിൽ എന്തൊക്കെ ആൾക്കാരായിരിക്കും ഉണ്ടാവുക? ഈ ടേബിളിൽ നമുക്ക് ആരൊക്കെ ആയിരിക്കും ഉണ്ടാവുക? നമുക്ക് ആരൊക്കെ വേണം ഇവിടെ? നമുക്കിവിടെ ടി വേണം, നമുക്കിവിടെ ടി വേണം, വൈ വേണം, എക്സിൻ്റെ വാല്യൂ വേണം, പിന്നെ എന്താണ് എക്സ് വൈ വേണം, പിന്നെ നമ്മൾ എക്സ് സ്ക്വയർ വേണം. പിന്നെന്താണ് എക്സ് സ്ക്വയർ വേണം. ഓക്കെ, യെസ്, ഓൾ ദ ബെസ്റ്റ്. സോ ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? ഓക്കെ, സോ ഇവിടെ നമുക്ക് ടി വേണം, വൈ വേണം. എക്സ് എന്ന് പറയുന്നത് ടി മൈനസ് 2016 ആണ്. 2016 ആണ് എന്ത് നമ്മളുടെ ആവറേജ് വരുന്നത്. ആവറേജ് ടൈം റേഞ്ച് വരുന്നത് 2016 ആണ്. അല്ല, ഇവിടെ സെൻട്രൽ വരുന്ന ആരാണ്? ഇത് ആവറേജ് വരുന്നത് 2016 ആണ്. സോ ഇനി നെക്സ്റ്റ് എക്സ് വൈ, അതേപോലെ തന്നെ എക്സ് സ്ക്വയർ. ടി എന്തൊക്കെയാണ്? 2014 ഉണ്ട്, 2015 ഉണ്ട്, 2016 ഉണ്ട്, പിന്നെ എന്താണ് 2017 ആൻഡ് 2018. 2015, 2016, 2017 ആൻഡ് 2018. ഇനി വൈ എന്ന് പറയുന്നത് 450, 465, പിന്നെ 518, 518, പിന്നെന്താണ് 520, 537. ഇനി ടി മൈനസ് 2016 അത് ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ നമ്മൾ 2014 മൈനസ് 2016, ആൻസർ -2 എന്ന് വരും. ഇവിടെ -1, 0, 1, 2. ഇനി എക്സ് വൈ എന്ന് പറയുമ്പം വൈ ഇൻറ്റു ഈ ഒരു എക്സ് വാല്യൂ ആണ്. സോ എന്ത് കിട്ടും? -900. ഇവിടെ -465, ഇവിടെ 0, ഇവിടെ 520, ഇവിടെ ആൻസർ വരുന്നത് 1074 എന്ന് കിട്ടും. ഇനി എക്സ് സ്ക്വയർ എന്തൊക്കെയാണ്? 2 സ്ക്വയർ 4, 1 സ്ക്വയർ 1, 0, 1, 4. ഇനി ഇതെല്ലാം ഇവരെ നമ്മൾ ആഡ് ചെയ്യണം. എക്സ് വൈയും വേണം, എക്സ് സ്ക്വയറും വേണം, സിഗ്മ വൈയും വേണം. ആൻസേഴ്സ് ഇവിടെ വരുന്നത് 2490. ഇത് 0 ആയിരിക്കും. സിഗ്മ എക്സ് എന്താണ്? 0 ആണ്. സോ ഇനി റാസി എക്സ് എങ്ങനെ ഫൈൻഡ് ആക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഏറ്റവും ആവറേജ് മിഡിൽ മോസ്റ്റ് വാല്യൂ കാണാം, ആവറേജ് കാണാം. എക്സ് ആ ഒരു ആവറേജ് വെച്ച് നമ്മൾ മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ എക്സ് വൈ, സിഗ്മ എക്സ് വൈ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 229 കിട്ടും. ഇനി എക്സ് സ്ക്വയർ എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 10 എന്നാണ്. ആൻസർ വരിക. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യെസ്, 216, യെസ്, സെൻറ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ മീൻ ആവറേജ് വാല്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ആവറേജ് വാല്യൂ നമ്മൾ കാണാം. സോ ഇനി ഇവിടെ നമുക്ക് ഇവിടെ നോർമൽ ഇക്വേഷൻ സിഗ്മ വൈ എന്താണ്? സിഗ്മ വൈ എന്ന് പറയുന്നത് 2490. നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ ആണ് എടുക്കുന്നത്. സിഗ്മ വൈ ഈസ് ഈക്വൽ ടു എ സിഗ്മ എക്സ് പ്ലസ് എൻ ബി ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ എൻ എത്രയാണ്? എത്ര ആൾക്കാരുണ്ട്? 1, 2, 3, 4, 5. സോ എൻ എന്താണ്? എൻ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 5 എന്ന് നമുക്ക് കിട്ടും. സോ ഇനി 2.1. സോ ഇനി ഇവിടെ എന്താണ് നെക്സ്റ്റ് വരുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു ഇതെന്താണ്? സിഗ്മ വൈ 2490 ആണെന്ന് കിട്ടി. ഇനി എ ഇൻറ്റു സിഗ്മ എക്സ് എന്താണ്? 0 ആണ്. സോ ആ ഒരു ടേം പോയി. പ്ലസ് 5, എൻ എന്താണ്? 5 ആണ്. ബി എന്താണ്? ബി നമുക്കറിയില്ല, ബി കണ്ടുപിടിക്കണം. സോ ഈ ടേം 0 ആയി. ഇപ്പോൾ ബാക്കിയുള്ളത് 5b ഈസ് ഈക്വൽ 2490 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബി എന്താണ്? 2490 ഡിവൈഡ് ബൈ 5 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 498 ആണെന്ത് ബി എന്ന് പറയുന്നത്. ഇനി നമ്മളെ നെക്സ്റ്റ് ഇക്വേഷൻ സിഗ്മ എക്സ് വൈ ഈസ് ഈക്വൽ ടു എ സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് ബി സിഗ്മ എക്സ്. സിഗ്മ എക്സ് വൈ എത്രയാണ്? 229 ആണ്. ഈക്വൽ ടു എ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ വരുന്ന എത്രയാണ്? അത് വരുന്നത് 10 ആണ്. പ്ലസ് ബി ഇൻറ്റു 0. സിഗ്മ എക്സ് എന്താണ്? 0 ആണ്. സോ ഇവിടെ എന്ത് കിട്ടും? 229 ഈസ് ഈക്വൽ ടു 10a പ്ലസ് 0 എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ 10a ഈസ് ഈക്വൽ ടു 229. അങ്ങനെയാണെങ്കിൽ a ഈസ് ഈക്വൽ ടു 229/10. ദാറ്റ് ഈസ് ഈക്വൽ ടു 22/2.9 എന്ന് കിട്ടും. ഇപ്പോൾ എ കിട്ടി, അതേപോലെ തന്നെ ബി കിട്ടി. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ചെയ്യേണ്ട എന്താണ്? നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കാം. y ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. സോ y ഈസ് ഈക്വൽ ടു എ വന്നിട്ടുള്ളത് 22.9x പ്ലസ് ബി എന്ന് പറയുന്നത്
ഇവിടെ എക്സ് എന്താ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്? എക്സ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? T-2016 ആണ്. ഇനി ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 498 ആണ്. 498 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താ? എസ്റ്റിമേറ്റ് ദ പ്രൈസ് ഫോർ ദ ഇയർ 2020. സോ ഇവിടെ T 2020 വരുമ്പം ഇവിടെ T is equal to 2020 വരുമ്പം നമ്മളെ y എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ 22.9 into 2020 minus 2016 plus 498. So this is equal to 22.9 into 4 plus 498. So ഇവിടെ y എന്ത് കിട്ടും? y is equal to 589.6 എന്നായിരിക്കും നമുക്ക് yൻ്റെ വാല്യൂ കിട്ടുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, നമ്മുടെ കൈ സ്ക്വയർ ഇൻഡിപെൻഡൻസിൻ്റെ കേസിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഏത് ടെസ്റ്റാണ് ആട്രിബ്യൂട്ട്സിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്? ആട്രിബ്യൂട്ട്സിൻ്റെ കേസിൽ നമ്മൾ കൈ സ്ക്വയർ ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് n എന്ന് പറയുന്നത് 100 കുട്ടികളുടെ ഡാറ്റയാണ്. 100 കുട്ടികളുടെ ഡാറ്റയാണ്. അതിൽ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. സോ ഇതിൽ നമ്മളിനി എക്സ്പെക്റ്റഡ് വാല്യൂ ഓരോന്നായിട്ട് കാണാൻ വേണ്ടി പോവാണ്. സോ ആദ്യത്തെ സ്റ്റെപ്പ് H0 ഹൈപ്പോത്തസിസ് എന്താണ് എന്ന് നമ്മൾ എഴുതണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഓൾ ആട്രിബ്യൂട്ട്സ് ആർ ഇൻഡിപെൻഡൻറ്റ്, എല്ലാ ആട്രിബ്യൂട്ട്സും ഇൻഡിപെൻഡൻ്റ് ആണ് എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓൾ ആട്രിബ്യൂട്ട്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഇനി H1 എന്ന് പറഞ്ഞാലോ, ദാറ്റ് ഈസ് ഓൾ ആട്രിബ്യൂട്ട്സ് ആർ ഡിപ്പെൻഡൻറ്റ്. ഓൾ ആട്രിബ്യൂട്ട്സ് ആർ ഡിപ്പെൻഡൻറ്റ് അല്ലെങ്കിൽ ഓൾ ആട്രിബ്യൂട്ട്സ് ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. ഓൾ ആട്രിബ്യൂട്ട്സ് ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ് എന്ന് കിട്ടും. സോ നൾ ഹൈപ്പോത്തസിസ് കിട്ടി, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്നാണ്? ഏത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കാണ് യൂസ് ചെയ്യുക? നമുക്കറിയാം ഏതാ യൂസ് ചെയ്യുക? കൈ സ്ക്വയർ ആണ്. എങ്ങനെയാണ്? സിഗ്മ O മൈനസ് ഇ സ്ക്വയർ ബൈ ഇ, അതായത് ഒബ്സർവ്ഡ് വാല്യൂ മൈനസ് എക്സ്പെക്റ്റഡ് വാല്യൂ ബൈ എക്സ്പെക്റ്റഡ് വാല്യൂ. ഇവിടെ ഇ എങ്ങനെ കിട്ടും? EIJ ഇസ് ഈക്വൽ ടു RI into CJ divided by N. RI into CJ divided by N. ഇതാണ് എന്ത്? നമ്മളെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാനുള്ള ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മൾ ഇനി ഓരോന്നിൻ്റെ എന്താണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേർഡ് സ്റ്റെപ്പ് എന്താണ്? സിഗ്നിഫിക്കൻസ് ലെവൽ. 95% കോൺഫിഡൻസ് വെച്ച് കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻസ് ലെവൽ എന്താണ്? 0.05 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൈ സ്ക്വയർ ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചിട്ടാണ് കൈ സ്ക്വയർ ആൽഫേൻ്റെ വാല്യൂ കിട്ടുക. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ρ-1 ഇൻറ്റു കോളം -1 ആണ്. സോ റോ എത്രയാണ്? 2 റോ ആണുള്ളത്. സോ 2 - 1. ഇനി 2 കോളംസ് ആണുള്ളത്. സോ എന്ത് കിട്ടും? 2 - 1. സോ ദിസ് ഈക്വൽ ടു 1 × 1. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? 1 ആണ് നമുക്ക് അവിടെ വരുന്നത്. സോ ഇനി ഇവിടെ കൈ സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ നമ്മുടെ കൈ സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത് ആൽഫ ഇസ് ഈക്വൽ 0.05 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 വരികയാണെങ്കിൽ 3.8415. സോ നമ്മളെ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൈ സ്ക്വയർ ആൽഫയാണ്. സോ കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3.8415 ആണെങ്കിൽ അതാണ് എന്ത്? നമ്മളുടെ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കിട്ടും? E11 കാണണം. സോ R1 ഇൻറ്റു C1 ബൈ N. ഇനി E12 എന്ന് പറയുമ്പം R1 ഇൻറ്റു C2 ബൈ N ആണ്. ഇനി E21 എന്ന് പറയുമ്പം R2 ഇൻറ്റു C1 ബൈ N ആണ്. ഇനി E22 എന്ന് പറയുമ്പം R2 ഇൻറ്റു C2 ഡിവൈഡഡ് ബൈ N. സോ ഇവിടെ R1 എന്താണ്? R1 വരുന്നത് 60 ആണ്. ഇവിടെ C1 വരുന്നത് 50 ആണ്. N എത്രയാണ്? 100 ആണ്. സോ 60 ഇൻറ്റു 50 ബൈ 100. 60 ഇൻറ്റു 50 ബൈ 100. ആൻസർ വരുന്നത് 30 എന്നാണ്. ഇനി നെക്സ്റ്റ് എത്രയാണ്? ഇവിടെ 60 ഇൻറ്റു 50 ബൈ 100 തന്നെയാണ് അടുത്തതും വരുന്നത്. സോ 60 ഇൻറ്റു 50 ബൈ 100 ആൻസർ വരുന്നത് 30 എന്നാണ്. ഇനി നെക്സ്റ്റ് ഇവിടെ എന്താണ്? ഇവിടെ വരുന്നത് 50 ഇൻറ്റു 40 ബൈ 100 ആണ്. രണ്ടിലും അത് തന്നെയാണ് വരുന്നത്. സോ 50 ഇൻറ്റു 40 ബൈ 100 ചെയ്യാം. 50 ഇൻറ്റു 40 ബൈ 100 ഇസ് ഈക്വൽ ടു ആൻസർ വരുന്നത് എത്രയാണ്? ആൻസർ വരുന്നത് 20 എന്നാണ്. ഇനി 50 ഇൻറ്റു 40 ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. സോ എല്ലാ വാല്യൂസും കിട്ടി. അത് ഇതിൻ്റെ കൂടെ നമുക്ക് എഴുതാം. ഇതെന്താണ്? ഇത് 30, ഇത് 30, ഇത് 20, ഇതും നമുക്ക് കിട്ടിയിരിക്കുന്നത് 20 എന്നാണ്. സോ ഇനി ചെയ്യേണ്ട എന്താ? ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്താണ്? മൈനസ് ചെയ്യുക. അതൊരു സ്ക്വയർ കാണാൻ ഡിവൈഡ് ചെയ്യാം. സോ ഇവിടെ എന്ത് കിട്ടും? കൈ സ്ക്വയർ
ഇനി നമ്മളുടെ കൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എത്രയാണ്? ഇവിടെ വരുന്നത് 40 മൈനസ് 30 സ്ക്വയർ ഡിവൈഡഡ് ബൈ 30. ഇനി നെക്സ്റ്റ് വരുന്നത് പ്ലസ് 20 മൈനസ് 30 സ്ക്വയർ ഡിവൈഡഡ് ബൈ 30 പ്ലസ് നെക്സ്റ്റ് ഏതൊക്കെയാണ് വരുന്നത്? 10 20 30 20. സോ 10 മൈനസ് 20 സ്ക്വയർ ബൈ 20 പ്ലസ് ലാസ്റ്റ് വരുന്ന ആരാണ്? 30 20 അല്ലേ? 30 20. സോ 30 മൈനസ് 20 സ്ക്വയർ ബൈ 20. സോ ദിസ് ഇസ് ഈക്വൽ ടു ആദ്യത്തെ ആൾ ഇത് 3.33 വരും, ഇതും 3.33 വരും, ഇത് 5 പ്ലസ് 5. കൈ സ്ക്വയറിൻ്റെ വാല്യൂ വരുന്നത് 16.66 എന്നാണ്. 16.66 ആണ് എന്താ കൈ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് വരുന്നത്. സോ ഇവിടെ എന്ത് കിട്ടി? ഇത് കൈ സ്ക്വയർ ആൽഫേൻ്റെ വാല്യൂ എന്തായിരുന്നു? അത് 3.841 ആയിരുന്നു. 3.8415. അത് കാണുമ്പോൾ തന്നെ മനസ്സിലായി എന്താണ് കൈ സ്ക്വയർ എന്നാണ് ഗ്രേറ്റർ ദാൻ കൈ സ്ക്വയർ ആൽഫയാണ്. ഹിയർ കൈ സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ കൈ സ്ക്വയർ ആൽഫ, ദെർഫോർ റിജക്ട് H0. നമ്മൾ എന്താക്കും? H0 റിജക്ട് ചെയ്യും. ഇങ്ങനെയാണത് ഇൻഡിപെൻഡൻറ്റിൻ്റെ കേസിൽ, ആട്രിബ്യൂട്ട്സിൻ്റെ കേസിൽ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ക്വസ്റ്റ്യൻസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇനി നേരെ നമ്മളെ എല്ലാ ചാപ്റ്ററിലും ഇക്വേഷൻസിലേക്ക് പോവാണ്. സോ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കുകയാണെങ്കിൽ ആറിൻ്റെ ഇക്വേഷൻ, R ഇസ് ഈക്വൽ ടു കൊവേരിയൻസ് ഓഫ് XY ഡിവൈഡ് ബൈ സിഗ്മ എക്സ് സിഗ്മ വൈ ആണ്. ഇക്വേഷൻ വരുന്നത് n സിഗ്മ എക്സ് വൈ. അതിന് 3 ഇക്വേഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1/n സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ റൂട്ട് ഓഫ് 1/n സിഗ്മ വൈ മൈനസ് വൈ ബാർ സ്ക്വയർ. പിന്നെ ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദി ഹോൾ സ്ക്വയർ. പിന്നെ അവിടെ വരുന്ന നെക്സ്റ്റ് ഒരാളാണ് നമ്മളെ സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ. യെസ്, നമ്മൾ അതിലും കൈ സ്ക്വയർ തന്നെയാണ് ചെയ്യാനുണ്ടായിട്ടുണ്ടായിരുന്നു അച്ചു. സോ ഇവിടെ റോ എന്ന് പറയുന്നത് 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഇനി റാങ്കുകൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ റോ എന്തായിരിക്കും? 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ പ്ലസ് കറക്ഷൻ ഫാക്ടർ ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഇവിടെ കറക്ഷൻ ഫാക്ടർ എന്താണ്? കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് സിഗ്മ എം ക്യൂബ് മൈനസ് എം ബൈ 12 ആണ്. ഈ നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് റിഗ്രഷൻ ലൈന് 2 ഇക്വേഷൻസ് ഉണ്ട്. എക്സ് ഓൺ വൈ ഉണ്ട്. എക്സ് ഓൺ വൈ എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ആണ്. ഇനി വൈ ഓൺ എക്സ് ആണെങ്കിൽ വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എന്നാണ്. ഇവിടെ ബി എക്സ് വൈ എന്ന് പറയുന്നത് കോവേരിയൻസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് വൈ ആണ്. ഇനി ബി വൈ എക്സ് ആണെങ്കിൽ കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ വരുന്ന അടുത്ത കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. ബി വൈ എക്സിനും ബി എക്സ് വൈക്ക് എന്താണ് സെയിം. യെസ്, ഇതിന് മുന്നേ കറക്ഷൻ ഫാക്ടറുള്ള ക്വസ്റ്റ്യൻ ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ടോ ഐസ? ഇതിന് മുന്നേ ഒരു വർഷം കറക്ഷൻ ഫാക്ടർ ഉള്ളത് ചോദിച്ചിട്ടുണ്ട്. വലിയ പ്രോബ്ലം ഒന്നുമല്ല, ചെറിയൊരു കാൽക്കുലേഷൻ വന്നിട്ടുള്ളൂ. അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സോ ഇനി ബി വൈ എക്സും ബി എക്സ് വൈയും അതിൻ്റെ സൈനുകൾ എന്താണ്? സെയിം ആയിരിക്കും. ഇവിടെ വൈൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ബി എക്സ് വൈയും എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ബി വൈ എക്സും ആയിരിക്കും. അഫ്ലൻ നമ്മൾ കൈ സ്ക്വയർ ആണ് ഇപ്പോൾ കുറച്ച് നേരത്തെ ചെയ്തത്. ഒന്ന് ബാക്ക് അടിച്ച് പോയി കഴിഞ്ഞാൽ കൈ സ്ക്വയറിൻ്റെ ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി പറ്റും. ഇനിയിപ്പം ഇന്നലത്തെ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മളുടെ 25th ക്വസ്റ്റ്യൻ, മോഡൽ എക്സാമിന് 25th ക്വസ്റ്റ്യൻ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ഇവിടെ നമുക്ക് വരുന്ന മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് R ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ ആണ്. ഇവിടെ ബി വൈ എക്സിന് ബി എക്സ് വൈൻ്റെ സൈൻ അനുസരിച്ചിട്ടാണ് ആറിൻ്റെ സൈൻ നമ്മൾ തീരുമാനിക്കുക. പിന്നെ ബി വൈ എക്സും ബി എക്സ് വൈയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. ബി വൈ എക്സും ബി എക്സ് വൈ എന്താണ്? അത് ഈക്വൽ ആയിരിക്കില്ല. പിന്നെ നമ്മൾ ഇക്വേഷൻ ബി വൈ എക്സും ബി എക്സ് വൈയും നമ്മൾ കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ കൂടിയുണ്ട്. R ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്.
ഇവിടെയാണെങ്കിൽ r ഇൻറ്റു സിഗ്മ എക്സ് ബൈ സിഗ്മ വൈ. ഇതാണ് നമ്മളെ സെക്കൻഡ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് വരുന്നത്. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിലാണെങ്കിൽ നമ്മളെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി ആണ്. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ ആയിരിക്കും. എൻ മൈനസ് വൺ ആയിരിക്കും. ഇനി ഇൻ്റഗ്രൽ വൺ ഡി എക്സ് എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ വൺ ഡി എക്സ് എന്ന് പറഞ്ഞാൽ അത് എക്സ് പ്ലസ് സി ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ആണ് എന്ത് വൺ എന്ന് പറയുന്നത്. ഇനി ഇൻ്റഗ്രൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് സി ആണ്. ഇവിടെ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ വരുന്നതാണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ആപ്ലിക്കേഷനിൽ നമ്മളൊരു മിനിമം മാക്സിമം എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഫസ്റ്റ് സ്റ്റെപ്പ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് കാണുന്നതാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കാണും. അത് ലെസ് ദാൻ 0 ആണെങ്കിൽ അത് മാക്സിമം ആയിരിക്കും, അത് മാക്സിമം വാല്യൂം. അതേപോലെ തന്നെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതെന്തായിരിക്കും? നമുക്ക് ഇടുന്ന മിനിമം വാല്യൂം ആയിരിക്കും. ഇനി നമ്മളുടെ ഫോർത്ത് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ റാൻഡം വേരിയബിൾസ്, അതിൽ വരുന്ന എക്സ്പെക്ടേഷൻ വരുന്നുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എ എന്ന് പറയുന്നത് എ ആണ്. വേരിയൻസ് ഓഫ് എ എന്ന് പറയുന്നത് എന്താ? 0 ആണ്. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് ആണെങ്കിലോ അത് എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. വേരിയൻസ് ഓഫ് എ എക്സ് ആണെങ്കിൽ അതെന്തായിരിക്കും? എ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് ആയിരിക്കും. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി ആണെങ്കിൽ അത് എ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബിയും. ഇവിടെ വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് 0 ആയിരിക്കും. ദാറ്റ് ഈസ് എ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് ആണ്. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആണ്. ഇവിടെ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ ആണ്. ഇനി നമ്മുടെ മീൻ വരികയാണെങ്കിൽ മീൻ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ മീൻ വരുന്നത് സിഗ്മ എക്സ് പി ഓഫ് എക്സ് എന്നാണ്. വേരിയൻസ് വരുന്നത് വേരിയൻസ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എങ്ങനെ കിട്ടും? അത് സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് ആണ്. ഇനി ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എങ്ങനെ കിട്ടും? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. ഇതാണ് ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ വരുന്നത്. ഇനി കണ്ടിന്യൂസിൻ്റെ കേസാണെങ്കിൽ അവിടെ നമുക്ക് മീൻ വരുന്നതും ഇത് തന്നെയാണ്. മീൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇനി വേരിയൻസ് വരുന്നത് സെയിം തന്നെയാണ്. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ വരുന്നത് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നായിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മളെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇതെന്താണ്? അതും വരുന്നത് സെയിം ആണ്. ഇക്വേഷൻ വരുന്ന പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നായിരിക്കും. സോ രണ്ടിലും എന്താണ്? സെയിം ഇക്വേഷൻ ആണ് വരുന്നത്. ഇതാണ് കൈ സ്ക്വയർ നമ്മളോട് ചോദിക്കാറുണ്ട്. കൈ സ്ക്വയർ അത് ഫുള്ള് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുക, കാരണം മോഡൽ എക്സാമിനും കൂടെ ചോദിച്ചാണ്. ചിലപ്പോൾ മോഡൽ എക്സാമിന് ചോദിച്ചത് ഇതിക്ക് പബ്ലിക്കിന് ഉണ്ടാവണമെന്നില്ല. സോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, പബ്ലിക് എക്സാം ആണ്. ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്ക് വരുന്ന പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനുണ്ട്, പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനുണ്ട്. പ്രോബിലിറ്റി മാസ് ഫംഗ്ഷനും പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും അതിൻ്റെ പ്രോപ്പർട്ടീസ് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ പ്രോബിലിറ്റി ഓഫ് എക്സ് ആണ്. ഇത് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ എഫ് ഓഫ് എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇതെന്താണ്? എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. എല്ലാ പ്രോബിലിറ്റീസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടണം. ഇവിടെയാണെങ്കിലോ എല്ലാ ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മളെ പ്രോബിലിറ്റീസ് എല്ലാം എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ അതൊരു PMF ആണെന്ന് പറയും. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്താണ്? അത് PDF ആണ് എന്ന് നമ്മൾ പറയും. സോ ഇത്രയും കാര്യങ്ങളാണ് റാൻഡം വേരിയബിൾസ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളെ ഫിഫ്ത്ത് ചാപ്റ്ററിലേക്ക് വരുമ്പം ഫിഫ്ത്ത് ചാപ്റ്ററിൽ എന്താണ്? നമ്മളെ ബൈനോമിയലും പോയ്സോണും ആണ് വരുന്നത്. ബൈനോമിയലും ഉണ്ട്, പിന്നെ ആരുണ്ട്? പോയ്സോണും ഉണ്ട്. ബൈനോമിയലും പോയ്സോണും ഉണ്ട്. ബൈനോമിയലാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് NCX
p raised to x, q raised to n minus x, where p plus q is equal to 1 equal to 0 otherwise. ഇനി പോയ്സോൺ ആണെങ്കിലോ അവിടെ ഇക്വേഷൻ എന്താണ് വരുന്നത്? e raised to minus lambda, lambda raised to x by x factorial, where x is equal to 0, 1, 2, etc. സോ ഇവിടെ നമുക്ക് മീൻ എന്ത് കിട്ടും? മീൻ is equal to np, വേരിയൻസ് is equal to എന്ത് കിട്ടും? ദാറ്റ് is equal to npq. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും? അത് റൂട്ട് ഓഫ് npq ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഇവിടെ മീൻ എന്താണ്? പോയ്സോണിൻ്റെ കേസിൽ മീനും അതേപോലെ തന്നെ വേരിയൻസും എന്താണ്? ഈക്വൽ ആണ്. രണ്ടും എന്ത് തന്നെയാണ്? ലാംഡ എന്നാണ് കിട്ടുക. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? അത് റൂട്ട് ഓഫ് ലാംഡ ആണ്. പോയ്സോണിൻ്റെ കേസിൽ രണ്ട് ഈക്വൽ ആണ്. അതേപോലെ തന്നെ എന്താണ്? ലോ ഓഫ് ഇംപ്രോബബിൾ ഇവൻറ്റ്സ്, ലോ ഓഫ് ഇംപ്രോബബിൾ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ലോ ഓഫ് ഇംപ്രോബബിൾ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് അത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇംപ്രോബബിൾ ഇവൻറ്റ്സ് അല്ലെങ്കിൽ റെയർ ഇവൻറ്റ്സ് വെച്ചാൽ അതെന്താണ്? അത് പോയ്സോൺ ആണ്. സോ ഇവിടെ ഇനി ബൈനോമിയലിൻ്റെ കേസിൽ വരുന്ന മറ്റൊരു കാര്യം, ബൈനോമിയൽ എന്താണ്? അത് സിമെട്രിക് ആവും. എപ്പം സിമെട്രിക് ആവുന്ന എപ്പോഴാണ്? സിമെട്രിക് ആവുന്നത് p is equal to 0.5 വരുമ്പോഴാണ്. 0.5 വരുമ്പോഴാണ് സിമെട്രിക് ആവുന്നത്. സോ ഇനി നെക്സ്റ്റ് നമ്മൾ ആറാമത്തെ ചാപ്റ്ററിൽ നമ്മൾക്ക് വരുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എന്ന് പറയുന്നത് 1/σ√2π e raised to -1/2 x minus mu by sigma the whole square. ഇതാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. ദാറ്റ് ഈസ് -∞ less than x less than infinity, -∞ less than mu less than infinity and sigma greater than 0 equal to 0 otherwise. ഇതിൻ്റെ മീൻ വരുന്നത് എന്താണ്? ഇതിൻ്റെ മീൻ എന്ന് പറയുന്ന മ്യൂ ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? സിഗ്മയാണ്. ഇനി ഇവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് ബൈനോമിയലിൻ്റെ കേസിൽ അല്ലേ, ബൈനോമിയലിൻ്റെ കേസിൽ നമുക്കത് പറയാം. സോ ഇനി ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത് ബൈനോമിയലിൻ്റെ കേസിൽ വേരിയൻസ് ലെസ് ദാൻ മീൻ ആണ്. വേരിയൻസ് ലെസ് ദാൻ മീൻ ആണ് കേട്ടോ ഹോമി, വേരിയൻസ് ലെസ് ദാൻ മീൻ ആണ്. പിന്നെ ഇനി പ്രോബബിലിറ്റി ഈ p of 0.5 അതിൽ നമ്മൾ p of 0.5 p ഇനി ലെസ് ദാൻ 0.5 ആണെങ്കിൽ അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ഇനി p ഗ്രേറ്റർ ദാൻ 0.5 ആണെങ്കിൽ അത് നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണ്. പോയ്സോണിൻ്റെ കേസിലാണെങ്കിൽ ലാംഡ ചെറുതാണെങ്കിൽ അവിടെ നമുക്ക് പോസിറ്റീവ് സ്ക്യൂഡ് ആയിരിക്കും ഉണ്ടാവുക. ലാംഡ ചെറുതാണെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ലാംഡ സ്മോൾ ആണെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ്. ഇനി ലാംഡ ഗ്രേറ്റർ ആവുന്നതിനനുസരിച്ച് അതെന്തായിരിക്കും? അത് സിമെട്രിക് ആവും. ലാംഡ ഗ്രേറ്റർ ആവുകയാണെങ്കിൽ വലുതാവുന്നതിനനുസരിച്ച് അത് സിമെട്രിക് ഇതിലേക്ക് പോകും. ഇനി നെക്സ്റ്റ് ഇവിടെ നോർമൽ. പിന്നെ എന്താണ്? പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്? മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ്. മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡാണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 2/3 സിഗ്മയാണ്. മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് 4/5 സിഗ്മയാണ്. പിന്നെ ഇത് സിമെട്രിക് ആണ്, ബെൽ ഷേപ്ഡ് കർവ് ആണ്, നോർമലാണ്. പിന്നെന്താണ് ഇവിടെ f of x ഈക്വൽ ടു മ്യൂ ആണെന്ത് ഏറ്റവും ഹയസ്റ്റ്, x ഈക്വൽ ടു മ്യൂ അത് വെച്ചിട്ടാണ് സിമെട്രിസിറ്റി പറയുക. എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ ആണെന്ത് ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് അറ്റൈൻ ചെയ്യുന്ന ഏത് പോയിന്റിലാണ്? എക്സ് ഇസ് ഈക്വൽ ടു മ്യൂവിലാണെന്ത് ഏറ്റവും മാക്സിമം ഹൈറ്റ് അവിടെ അറ്റൈൻ ചെയ്യുന്നത്. പിന്നെന്താണ്? ബീറ്റ 1 ഈക്വൽ ടു 0 ആണ്, ബീറ്റ 2 ഈക്വൽ ടു 3 ആണ്, യൂണി മോഡലാണ്. സോ അത്തരത്തിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സെഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ആണ്. അത് ഫോളോ ചെയ്യുന്നത് നോർമൽ 0, 1 എന്നായിരിക്കും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ n മ്യൂ സിഗ്മ സ്ക്വയർ ആണ്. ഇനി സെഡ് ആണെങ്കിൽ എന്താണ്? n0, 1 ആയിരിക്കും. യെസ് റിഷ, യെസ് സിമെട്രിക് ആണ്. സോ ആ പ്രോപ്പർട്ടീസ് ഒക്കെ പറയാം. ഇനി നെക്സ്റ്റ് 7th ചാപ്റ്റർ നമ്മളെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൽ നമുക്ക് പാരാമീറ്റർ വരുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക് വരുന്നുണ്ട്. പിന്നെന്താണ്? നമ്മളെ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. അതെന്താണ്? z1 സ്ക്വയർ പ്ലസ് z2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് zn സ്ക്വയർ ഫോളോ ചെയ്യുന്നത് കൈ സ്ക്വയർ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. ഇവിടെ z എന്ന് പറയുന്നത് നമ്മളെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് കൈ സ്ക്വയർ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അങ്ങനെയാണെങ്കിൽ z സ്ക്വയർ ഫോളോ ചെയ്യുന്നതാണ് കൈ സ്ക്വയർ വിത്ത്
1 degrees ഓഫ് ഫ്രീഡം ആയിരിക്കും. ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത് എന്നും വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്, അത് 2n ആയിരിക്കും. ഇനി നമ്മളുടെ ടി ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ വരുന്നത് എന്താണ്, അത് ഇക്വേഷൻ വരുന്നത് z/√y/n ആണ്. z എന്താണ്, സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ്. y ഇവിടെ ഫോളോ ചെയ്യുന്നതാണ് chi² ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. z ഫോളോസ് n01 ആണ്, ഇവിടെ y ഫോളോസ് chi² വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി നെക്സ്റ്റ് നമ്മളെ chi² എഫ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ chi²/n1 chi1² and chi2² അത് ഫോളോ ചെയ്യുന്നതാണ് എഫ് വിത്ത് n1 n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. ഇവിടെ റെസിപ്രോക്കൽ ഫോളോ ചെയ്യുന്നതാണ് എഫ് വിത്ത് n2 n1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. സോ ഇനി നെക്സ്റ്റ് 8th ചാപ്റ്ററിൽ നമ്മൾ എസ്റ്റിമേഷൻ ആണ്. അതിലെന്തൊക്കെയാണ്, അൺബയാസ്നെസ് ഉണ്ട്. അൺബയാസ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. അൺബയാസ്ഡ് ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈസ് ഈക്വൾ തീറ്റ ആയിരിക്കും. കൺസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, അത് n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി ടെൻസ് ടു തീറ്റയും വേരിയൻസ് ഓഫ് ടി ടെൻസ് ടു 0 ആയിരിക്കും. ഇനി സഫിഷ്യൻ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ മുഴുവൻ ഇൻഫർമേഷൻ ഫുൾ ഇൻഫർമേഷൻ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കിലുണ്ട്. അത് നമ്മൾ പാരാമീറ്ററായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. ഈ നെക്സ്റ്റ് നമ്മളെ എഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ T1 T2 രണ്ട് അൺബയാസ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ വേരിയൻസ് ഓഫ് T1 ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2 എന്ന് പറയുകയാണെങ്കിൽ T1 ആണ് എന്ത് മോർ എഫിഷ്യൻറ്റ്. T1 ഇസ് മോർ എഫിഷ്യൻറ്റ് എന്ന് നമുക്ക് കിട്ടും. ഇതാണ് പോയിന്റ് എസ്റ്റിമേഷൻ. ഇനി ഇൻ്റർവൽ എസ്റ്റിമേഷനിലാണ് നമുക്ക് കോൺഫിഡൻസ് ഇൻ്റർവൽസ് കിട്ടും. കോൺഫിഡൻസ് ഇൻ്റർവൽ ഇക്വേഷൻ x bar minus sigma by root n z alpha by 2 അല്ലെങ്കിൽ x bar plus sigma by root n z alpha by 2. ഇനി സിഗ്മ അറിയില്ലെങ്കിൽ അവിടെ എന്താണ്, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ s കൊടുത്താലും നമുക്ക് അവിടെ കിട്ടും. ആൻസർ എന്താണ്, ഇക്വേഷൻ എന്താണ്, x bar മൈനസ് എസ് ബൈ റൂട്ട് എൻ z ആൽഫ ബൈ 2. ഇവിടെ x bar പ്ലസ് എസ് ബൈ റൂട്ട് എൻ z ആൽഫ ബൈ 2. ഈ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നതാണ് നമ്മളെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ഒരു ടെസ്റ്റിംഗ് നടത്തുകയാണെങ്കിൽ 5 സ്റ്റെപ്പ് ഉണ്ട്. ഹൈപ്പോത്തസിസ് എന്താണെന്ന് എഴുതണം. രണ്ടാമത്തത് ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് z ഉണ്ട്, അതേപോലെ തന്നെ t ഉണ്ട്. z-ൻ്റെ ഇക്വേഷൻ x bar മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് എന്നും ഇവിടെ x bar മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് എൻ മൈനസ് 1 ആയിരിക്കും. ഇവിടെ ഇതിനെ നമുക്ക് പറയുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോപ്പുലേഷൻ്റെ അറിയില്ലെങ്കിൽ x bar മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് എൻ എന്ന് കൊടുത്താൽ മതി. സോ ഇവിടെ എന്തായിരിക്കണം, n ഗ്രേറ്റർ ദാൻ 30 ആയിരിക്കണം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യേണ്ടത്. ഇവിടെ n ലെസ് ദാൻ 30 ആവണം. സോ ഇനി നെക്സ്റ്റ് z പറഞ്ഞു, t പറഞ്ഞു. ഇനി നമ്മളെ z-ൻ്റെ തന്നെ 2 പോപ്പുലേഷൻ മീൻ വരികയാണെങ്കിൽ x1 ബാർ മൈനസ് x2 ബാർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ 1² ബൈ n1 പ്ലസ് സിഗ്മ 2² ബൈ n2. ഇനി ഇതിന് പകരം വേണമെങ്കിൽ സാമ്പിൾ ആണെങ്കിൽ x1 ബാർ മൈനസ് x2 ബാർ ഡിവൈഡ് ബൈ s1² ബൈ n1 പ്ലസ് s2² ബൈ n2. അതിൻ്റെ എന്താണ്, സ്ക്വയർ റൂട്ടാണ് കാണുന്നത്, അതിൻ്റെ സ്ക്വയർ റൂട്ട്. സോ ഇങ്ങനെ എന്താണ്, നമുക്ക് z-ൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് z-ൻ്റെ നമ്മളെ ക്രിട്ടിക്കൽ റീജിയൻ പറയാം. ആൽഫ എന്ന് 0.01 അല്ലെങ്കിൽ 0.05 ആയിരിക്കും. പിന്നെ നമ്മൾക്ക് ഇതിൽ വരുന്നതാണ് ആട്രിബ്യൂട്ട്സിൻ്റെ കേസ്. അതിൽ chi²ൻ്റെ ഇക്വേഷൻ എന്താണ്, സിഗ്മ ഒബ്സർവ്ഡ് മൈനസ് എക്സ്പെക്റ്റഡ് ഹോൾ സ്ക്വയർ ബൈ എക്സ്പെക്റ്റഡ്. പിന്നെ ബാക്കി അതിൽ EIJ എന്ന് പറയുന്നത് എന്താണ്, അത് RI ഇൻറ്റു CJ ഡിവൈഡഡ് ബൈ n ആയിരിക്കും. സോ ഇവിടെ നമ്മൾ chi² എപ്പോഴാണ് വരിക, ആട്രിബ്യൂട്ട്സിൻ്റെ കേസിലും. z വരുന്ന എപ്പോഴാണ്, z-ഉം t ഒക്കെ വരുന്ന വേരിയബിൾസിൻ്റെ കേസിലായിരിക്കും കേട്ടോ. പിന്നെ ക്രിട്ടിക്കൽ റീജിയൻ z-ൻ്റെ വാല്യൂസ് 0.05 വരുന്നു, 0.01 വരുന്നു, കേസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ ടേബിളിൽ നിന്ന് എങ്ങനെ വാല്യൂസ് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ക്രിട്ടിക്കൽ റീജിയൻ മോഡ് z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ z ആൽഫ ബൈ 2 ആയിരിക്കും. അപ്പം 2 ടേൽഡിൻ്റെ കേസിൽ ഇവിടെ എന്തായിരിക്കും, മോഡ് t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ t ആൽഫ ബൈ 2. ഇനി 1 ടേൽഡ് ആണെങ്കിൽ മോഡ് z ഗ്രേറ്റർ ദാൻ z ആൽഫ. ഇതാണെന്ന് 1 ടേൽഡ് വരുന്നത്. സോ ഇവിടെ എന്താണ്, മോഡ് t ഗ്രേറ്റർ ദാൻ z ആൽഫ, മോഡ് t ഗ്രേറ്റർ ദാൻ t ആൽഫ. സോ ഇനി നെക്സ്റ്റ് നമ്മളുടെ 10ാമത്തെ ചാപ്റ്റർ അനോവയിൽ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, നമ്മളുടെ MSB എന്ന് പറയുന്നത് എന്താണ്, SSB ബൈ K-1ഉം MSW അഥവാ MSE എന്ന് പറയുന്നത് SSW ബൈ
SSW/N-K ആണ്. ഇവിടെ F എന്ന് പറയുന്നത് MSB/MS-W ആണ്. ഇതിങ്ങനെയാണ് നമ്മൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. മോഡൽ എക്സാമിന് പ്രത്യേകം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ F ഗ്രേറ്റർ ദാൻ F ആൽഫ ആണെങ്കിൽ റിജക്ട് H0. F ഗ്രേറ്റർ ദാൻ F ആൽഫ ആണെങ്കിൽ റിജക്ട് H0 എന്നായിരിക്കും കിട്ടുക. ഇതിൻ്റെ H0 എന്ന് പറയുന്നത് എന്താണ്? ഓൾ മീൻസ് ആർ ഈക്വൽ. ഓൾ മീൻസ് ആർ ഈക്വൽ. രണ്ടിലധികം മീൻ വാല്യൂസിന് സെവറൽ മീൻസിൻ്റെ ചെക്ക് ചെയ്യാനാണ് നമ്മൾ എനോവ യൂസ് ചെയ്യുന്നത്. F ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. H1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഓൾ മീൻസ് ആർ നോട്ട് ഈക്വൽ. ഓൾ മീൻസ് ആർ നോട്ട് ഈക്വൽ എന്ന് കിട്ടും. ഓൾ മീൻസ് ആർ നോട്ട് ഈക്വൽ. ഇനി നമ്മളെ 11ാമത്തെ ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ആണെങ്കിൽ നമുക്ക് 3 ചാർട്ടുകളാണ് പഠിക്കാനല്ലേ. നമുക്ക് 3 ചാർട്ടുകളാണ് അവിടെ പഠിക്കാൻ വേണ്ടിയുള്ളത്. ഏതൊക്കെയാണ് വരുന്നത്? എക്സ് ബാർ ചാർട്ട് ഉണ്ട്, എക്സ് ബാർ ചാർട്ട് ഉണ്ട്, പിന്നെ നമ്മളുടെ ആർ ചാർട്ട് ഉണ്ട്, ആർ ചാർട്ട് ഉണ്ട്, ആൻഡ് പിന്നെ ലാസ്റ്റ് വരുന്നതാണ് നമ്മളുടെ NP ചാർട്ട്. NP ചാർട്ട്. സോ ഇവിടെ എന്തൊക്കെയാണ് വരുന്നത്? ഇവിടെ നമ്മളുടെ എക്സ് ബാർ ചാർട്ടിൽ നമ്മളുടെ സെൻറ്റർ ലൈൻ വരുന്നത് എക്സ് ഡബിൾ ബാർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബാർ ബൈ എൻ ആണ്. ഇനി അപ്പർ കൺട്രോൾ ലിമിറ്റ് വരുന്നത് എക്സ് ഡബിൾ ബാർ പ്ലസ് A2 R ബാർ ആണ്. ലോവർ കൺട്രോൾ ലിമിറ്റ് വരുന്നത് എക്സ് ഡബിൾ ബാർ മൈനസ് A2 R ബാർ ആണ്. ഇനി റേഞ്ചിലാണെങ്കിൽ നമ്മളെ സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത് സെൻറ്റർ ലൈന് വരുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു R ബാർ എന്നായിരിക്കും വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ R ബൈ M ആണ്. ഇനി ഇവിടെ അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് D4 R ബാറും ലോവർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് D3 R ബാറും ആണ്. ഇനി NPൻ്റെ കേസിലാണെങ്കിൽ നമ്മളെ സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത് NP ബാർ ആണ്. ഇനി അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് NP ബാർ പ്ലസ് 3 √NPQ ബാറും. ഇനി ലോവർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് NP ബാർ മൈനസ് 3 √NPQ ബാറാണ്. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിൽ വാൾട്ടർ എ ഷെവാർട്ട് ആണ് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ ചാർട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആരാണ്? അത് വാൾട്ടർ എ ഷെവാർട്ട് ആണ്. ഇനി ഈ ഒരു റേഞ്ചിൽ ഈ ഒരു അപ്പർ കൺട്രോൾ ലിമിറ്റ് ലോവർ കൺട്രോൾ ലിമിറ്റ് ഇടയിലാണ് വരുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും പ്രോസസ്സ് എന്താണ്? അണ്ടർ കൺട്രോൾ ആണ്. അല്ലെങ്കിൽ പറയും അതെന്താണ്? ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ്നസ് ഫോർ യൂസ് ആണ്. ഇത് തിയറി ക്വസ്റ്റ്യൻ ആണ്. ഫിറ്റ്നസ് ഫോർ യൂസ് ആണ്. അതിന് മറ്റൊരു ഡെഫിനിഷൻ വരുന്നത് ക്വാളിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേരിയബിലിറ്റി ആണ്. ഇനി നമ്മൾ 12ാമത്തെ ചാപ്റ്റർ ടൈം സീരീസിൽ വരികയാണെങ്കിൽ അതിൽ നമുക്ക് 3 കമ്പോണൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? സെക്യുലാർ ട്രെൻഡ് ഉണ്ട്, പീരിയോഡിക് മൂവ്മെൻറ്റിൽ തന്നെ നമുക്ക് 2 ആൾക്കാർ വരുന്നുണ്ട്. ഒന്ന് സീസണൽ വേരിയേഷനും മറ്റൊന്ന് വരുന്നത് എന്താണ്? സൈക്ലിക് വേരിയേഷനാണ്. ഒന്ന് സീസണലും മറ്റൊന്ന് എന്താണ്? സൈക്ലിക് വേരിയേഷനുമാണ്. പിന്നെ ലാസ്റ്റ് എന്താണ്? ഇറഗുലർ വേരിയേഷൻ. പെട്ടെന്ന് ഇപ്പോൾ സ്ട്രൈക്ക് ഉണ്ടാവുക, ബന്ദ് ഉണ്ടാവുക, വാർ ഉണ്ടായിരിക്കുക, അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണത് ഇറഗുലർ വേരിയേഷനിൽ നടക്കുന്നത്. സോ ഇത്തരത്തിൽ 3 കമ്പോണൻസ് ആണ് നമുക്കുള്ളത്. പിന്നെ നമുക്ക് അതിൽ പഠിക്കുന്ന എന്താണ്? സെക്യുലർ ട്രെൻഡ് മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സ്. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് ഉണ്ട്. അത് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് ഉണ്ട്. പിന്നെ മെത്തേഡ് ഓഫ് സെമി ആവറേജസ് ഉണ്ട്. പിന്നെ മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഇനി ലാസ്റ്റ് വരുന്നതാണ് ട്രെൻഡ് ലൈൻഡ് ഇക്വേഷൻ. ട്രെൻഡിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള അത് നമ്മൾ ഇന്ന് ചെയ്തു. ഇന്ന് നമ്മൾ ആ ട്രെൻഡ് ഇക്വേഷൻ വെച്ചുള്ള ക്വസ്റ്റൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത്രയാണ് ടൈം സീരീസിൽ വരുന്നത്. പിന്നെ ഇൻഡെക്സ് നമ്പറിലാണെങ്കിൽ സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സും ഉണ്ട്, അതുപോലെ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സും ഉണ്ട്. സോ അതിൽ സിമ്പിളിലാണെങ്കിൽ നമുക്ക് 4 ഉണ്ട്. വെയ്റ്റഡിലും അതേപോലെ തന്നെ 4 ആൾക്കാരാണ് നമുക്കുള്ളത്. സിമ്പിളിലാണെങ്കിൽ സിമ്പിൾ അരിത്മെറ്റിക് മീൻ ഇൻഡെക്സ് ഉണ്ട്. എന്ന് പറയുന്നത് സിഗ്മ എക്സ് ബൈ എൻ ആണ്. അരിത്മെറ്റിക് മീൻ ഇക്വേഷൻ കൊടുത്താൽ മതി. ഇനി സിമ്പിൾ ജോമെട്രിക് മീൻ ഇൻഡെക്സ് ആണെങ്കിലോ അവിടെ എന്താണ്? nth റൂട്ട് ഓഫ് x1 x2 എക്സെട്ര xn ആണ്. ഇനി
സിമ്പിൾ ഹാർമോണിക് മീൻ ഇൻഡെക്സ് ആണെങ്കിലോ അത് n ഡിവൈഡ് ബൈ സിഗ്മ 1/x ആണ് ചെയ്യേണ്ടത്. ഇവിടെ x എന്ന് പറയുന്നത് പ്രൈസ് റിലേറ്റീവ് ആണ്. x എന്ന് പറയുന്നത് പ്രൈസ് റിലേറ്റീവ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു P1/P0 × 100. ഇതാണ് നമ്മുടെ പ്രൈസ് റിലേറ്റീവ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നതാണ് സിമ്പിൾ എഗ്രിഗേറ്റ് ഇൻഡെക്സ്. സിമ്പിൾ എഗ്രിഗേറ്റ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ എന്താണ്? that is equal to sigma P1/sigma P0 × 100. ഇതാണ് സിമ്പിൾ അഗ്രിഗേറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി വെയ്റ്റഡിലാണ് നമ്മൾ ആരൊക്കെ വരുന്നത്? നമ്മളെ ലാബ് പെയർ വരുന്നുണ്ട്. അതെന്താണ്? സിഗ്മ P1 Q0 ഏതാണ്? ബേസ് ഇയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി പാഷേഴ്സ് ആണെങ്കിൽ സിഗ്മ P1 Q1 കറണ്ട് ഇയർ ആണ് നമ്മൾ കൺസിഡർ. കറണ്ട് ഇയർ ക്വാണ്ടിറ്റി ആണ് നമ്മൾ വെയിറ്റ് ആയിട്ട് എടുക്കുന്നത്. P0 Q1 × 100. എഫ് എന്ന് വെച്ചാൽ എന്താണ്? അത് √L × P ആണ്. ഇനി നമ്മുടെ വെയ്റ്റഡ് ഇൻഡെക്സ് ഉണ്ട്. വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ ഇക്വേഷൻ വരുന്നത് സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 × 100 ആണ്. ഇവിടെ ലാബ് പെയർ എന്ന് പറയുന്നത് ഇത് എന്തും കൂടെയാണ്? ഇത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും കൂടെയാണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനും സെയിം ഇക്വേഷൻ ആണ് നമുക്ക് വരിക. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമുക്ക് എന്താണ്? സെയിം ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുക. സോ ഇത്രയാണ് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ വരുന്നത് ഇൻഡെക്സ് നമ്പറിൻ്റെ യൂസസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കണ്ടുകൊണ്ട് ഈ യൂസസും കൂടെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഈ യൂസസും കൂടെ ഒന്ന് നോക്കി വെക്കുക. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ 13 ചാപ്റ്റേഴ്സ്. നമ്മളുടെ ഈ +2 നമ്മളെ 13 ചാപ്റ്റേഴ്സും അതിലെല്ലാ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എന്നാൽ പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ എല്ലാവരും പ്രോബ്ലംസ് ഇതൊക്കെ നമ്മൾ 3 ദിവസം അടിപൊളിയായിട്ട് തന്നെ നമ്മളെല്ലാം ചെയ്തു പോയിട്ടുണ്ട്. എല്ലാ പ്രോബ്ലംസും എല്ലാ കോൺസെപ്റ്റും കാര്യങ്ങളും ടെക്സ്റ്റിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ 3 ദിവസം കൂടെ നിന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഗ്യാരണ്ടി ആണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ ഇന്ന് എക്സാമിന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ യെസ്, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നന്നായി ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. എല്ലാവർക്കും എക്സാം ഒക്കെ അടിപൊളിയാവട്ടെ. എക്സാം കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കൂടെ ഒന്ന് വന്ന് കമൻറ്റ് ചെയ്യണം, ഒന്ന് നമ്മൾ അറിയിക്കണം കേട്ടോ. സോ എല്ലാവരും എക്സാം അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ബൈ.